പഴയ നിയമവും പുതിയ നിയമവും ചേർന്ന ബൈബിളിനെയാണ് ദൈവദിനമായി അംഗീകരിക്കുന്നത്. പഴയതും പുതിയതും വേർപിരിക്കാനാവാത്ത ഒരു കാര്യമാണ്. പഴയത് ഉപേക്ഷിച്ചാൽ പുതിയതിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാണ്. പഴയ നിയമത്തിലെ ഏകദൈവ വിശ്വാസം, അതുപോലെ സൃഷ്ടി, വീഴ്ച, ജീവിത മൂല്യങ്ങൾ, വീണ്ടെടുപ്പ്, അങ്ങനെ ഒട്ടുമിക്ക വിഷയങ്ങളും പഴയ നിയമത്തിലും നമുക്ക് അത് കാണാം. പുതിയ നിയമത്തിലും അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ തമ്മിലൊരു വലിയ ബന്ധമുണ്ട്, എന്നാൽ വ്യത്യാസങ്ങളുമുണ്ട്. പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ യാഗം അർപ്പിക്കാനായിട്ട് ഒരു ആട്ടിൻകുട്ടിയും കൊണ്ട് ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുന്ന കാഴ്ച നാം കാണുമ്പോൾ, ഇന്ന് അങ്ങനെ പുതിയ നിയമം വായിക്കുന്ന ഒരാളും അപ്രകാരം ചെയ്യാറില്ല എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് അവർ ചിന്തിക്കുന്നില്ല. ശനിയാഴ്ച ദിവസം അവർ കർത്താവ് ദിവസമായിട്ട് ആചരിച്ചു. പുതിയ നിയമത്തിൽ അങ്ങനെ നമ്മളാരും അങ്ങനെ ചെയ്യാറില്ല, ചെയ്യേണ്ട ആവശ്യമുള്ളതായിട്ട് നാം ചിന്തിക്കുന്നില്ല. അതുപോലെ പരിച്ഛേദന പോലെയുള്ള നിയമങ്ങൾ. എന്തായാലും വ്യത്യാസങ്ങളുണ്ട്, വളരെ ബന്ധങ്ങളുമുണ്ട്. അപ്പോൾ പഴയ നിയമത്തിൻ്റെ ആത്മീയത, പഴയ നിയമത്തിലെ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിലെ ദൈവം എങ്കിലും ആത്മീയത എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താണ് വിവക്ഷ, എന്താണ് അർത്ഥമാക്കുന്നത് എന്നൊക്കെ വലിയ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ദൈവത്തോടുള്ള ബന്ധമാണ് ആത്മീയതയുടെ അടിസ്ഥാനം എന്നുള്ള പൊതുവെ എല്ലാവരും അംഗീകരിക്കും. ദൈവബന്ധത്തിൽ ജീവിക്കുവാൻ തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കെന്തായാലും ഈ വിഷയം വളരെ ഗൗരവമുള്ള വിഷയമാണ്. സോരൻ നമ്മോട് അതിന് ലളിതമായിട്ട് പറയാനായിട്ട് ശ്രമിക്കും. നമുക്കത് കേൾക്കാം. തീർച്ചയായിട്ടും നമുക്ക് ചോദ്യങ്ങളുണ്ട്, സംശയങ്ങളുണ്ട്, നമുക്ക് ചർച്ച ചെയ്യാം. ക്ലാസ് എടുക്കുവാനായിട്ട് പ്രിയ സോരനെ ക്ഷണിക്കുക. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ ഹെഡിങ് അത്ര വ്യക്തതയുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അങ്ങനെ കൊടുത്തെങ്കിലും പഴയ നിയമത്തിലെ ആത്മീയത പെട്ടെന്ന് കേൾക്കുമ്പോൾ അതൊരു അർത്ഥം മനസ്സിലാവില്ല. എന്നാൽ അതുകൊണ്ട് പറയാനായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം, പഴയ നിയമ പുസ്തകങ്ങളിൽ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് പരിപാടി എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലുള്ള ആ രക്ഷാപരിപാടിയുടെ ആ കാര്യനിർവഹണവും പഴയ നിയമ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ദൈവം തുടർന്നു വന്നത്, ആ ഒരു വസ്തുത മനസ്സിലാക്കാനുള്ള ഒരു പരിശ്രമമാണ്, പറയാനുള്ള, ചിന്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഡൊമിനിക് ഇപ്പോൾ നമ്മളോട് സൂചിപ്പിച്ചതുപോലെ ഈ പഴയ നിയമവും പുതിയ നിയമവും ഒരു പുസ്തകമാണ്, പരസ്പരം വേർപിരിക്കാൻ കഴിയാത്ത ആശയങ്ങളാണ് അതിലുള്ളത് എന്ന് നമ്മൾ നിശ്ചയമായും മനസ്സിലാക്കുന്നുവെങ്കിലും പല കാര്യത്തിലും പ്രകടമായിരിക്കുന്ന വൈരുദ്ധ്യങ്ങൾ നമുക്ക് ദർശിക്കാനായിട്ട് കഴിയും. ഒരു പഴയ നിയമക്കാരനായിട്ട് ഒരു പുതിയ നിയമ വിശ്വാസി ജീവിക്കാൻ പ്രയാസമായ വിധത്തിലാണ് പഴയ നിയമത്തിലെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത്. ചിലപ്പോൾ ബൈബിളിലെ പുതിയ നിയമത്തിൽ തന്നെയും ചില കാര്യങ്ങളും നമുക്ക് പരസ്പരം പൊരുത്തപ്പെടുത്താൻ കഴിയാത്തത് കാണാം. അങ്ങനെയുള്ള കാര്യങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയ്ക്കാണ് ബൈബിൾ ഡിഫിക്കൽട്ടീസ് എന്ന് പൊതുവെ നമ്മൾ പറയാറുള്ളത്. ബൈബിളിലെ വേദഭാഗങ്ങളും പ്രശ്നവാക്യങ്ങളും പരസ്പരം എങ്ങനെയാണ് ആ ആശയങ്ങളെ യോജിപ്പിക്കുക എന്നുള്ള ഒരു വലിയൊരു പഠനവും ആലോചനയൊക്കെ ദൈവ മക്കളുടെ പഠിതാക്കളുടെ ഇടയിൽ ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു സ്ഥലത്ത് പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുമെന്ന് എഴുതും, വേറെ സ്ഥലത്ത് പ്രവൃത്തിയാൽ ആരും നീതീകരിക്കപ്പെടുകയല്ല എന്ന് എഴുതും. യാക്കോബ് എഴുതിയതും പൗലോസ് എഴുതിയതും അതെങ്ങനെ പൊരുത്തപ്പെടുത്തുമെന്ന് നോക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ. പരസ്പര വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വൈരുദ്ധ്യങ്ങൾ പറയല, ഇത് പൊരുത്തപ്പെടുത്താനുള്ളൊരു ശ്രമമുണ്ട്. അപ്പൊ അതിനൊരു ഉത്തരം നമ്മുടെ മനസ്സിലുണ്ട്. അതുപോലെ വേറെ ചിലപ്പോൾ തിയോളജിക്കലായ പ്രശ്നങ്ങളായിരിക്കാം. സ്നേഹവാനും സർവശക്തനുമായിരിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ തിന്മ നിൽക്കുന്നത്, വേദനകളും ദുരിതങ്ങളും ഒക്കെ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഒരു ഡിഫിക്കൽറ്റിയാണ്, ഒരു പ്രയാസമാണ്.
എന്നാൽ അതിന് സ്വീകാര്യമായിരിക്കുന്ന ഒരു ഉത്തരം നമ്മൾ കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കും. അതുപോലെ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അതെങ്ങനെ ഒരു ബൈബിളിന്റെ ആശയത്തില് അത് ശരിയാകും. ഉദാഹരണം പറഞ്ഞാല് ജോഷുവയുടെ കാലത്തോ മോശയുടെ കാലത്തൊക്കെ നടന്ന യുദ്ധങ്ങളിൽ നടന്നതായിരിക്കുന്ന പല പ്രകടമായിരിക്കുന്ന ക്രൂരമായിരിക്കുന്ന ഇടപെടലുകൾ നമ്മുടെ ദൈവശാസ്ത്ര പ്രകാരം ബൈബിളിന്റെ പഠിപ്പിക്കലുകൾ വെച്ച് എങ്ങനെയാണ് നമുക്ക് അതിനെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുക? ഇതൊക്കെ വലിയ വലിയ ചോദ്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ബൈബിൾ ഡിഫിക്കൽട്ടീസ് നമ്മൾ പറയുമ്പോൾ അതിനൊക്കെ ഉത്തരങ്ങൾ കണ്ടെത്താനായിട്ട് നമ്മുടെ യുക്തിപരമായി സമഗ്രമായി ചിന്തിക്കുന്ന ഒരു ചിന്തയ്ക്ക് ആവശ്യമാണ്. അതല്ലെങ്കിൽ അത് പരസ്പര പൊരുത്തമില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളുടെ ഒരർത്ഥത്തിൽ ഒരു കേന്ദ്രമാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള അതിലെ ഉപദേശങ്ങളും അനുശാസനങ്ങളും അതിലെ രീതികളും തമ്മിലുള്ള പരസ്പര വൈരുദ്ധ്യമില്ലാത്ത ഒരു യോജിപ്പ് നമുക്ക് എങ്ങനെ സാധിക്കും? ഒരു 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 ജിക്സോ പസിൽ എന്ന് പറഞ്ഞൊരു ഗെയിം കണ്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ. ഒരു ഒരു കാര്യത്തെ പല പല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ട് ഇതിനെ ഒരുമിപ്പിച്ച് യോജിപ്പിക്കാനായിട്ട് പറയും. അപ്പൊ അത് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരുപാട് പീസുകളുടെ കഷ്ണങ്ങളുടെ ഒരു കൂമ്പാരമായിരിക്കും. എന്നാൽ ഏതോ ഒരു പ്രത്യേക ഡിസൈനിൽ അത് അറേഞ്ച് ചെയ്താൽ അതിലുള്ള ഈ ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ ഭാഗങ്ങൾക്കും ഒരു സ്ഥാനം ഉണ്ടാവും. ഒരുമിച്ച് വയ്ക്കുമ്പോൾ അതൊരു സമഗ്രമായിരിക്കുന്ന ഒരു ചിത്രമായിട്ട് ഒരു വസ്തുവോ ഒരു പ്ലാനോ ആയിട്ട് തീരും. അതിനാ ജിക്സോ പസിൽ എന്ന് പറയാം. അപ്പൊ ബൈബിളിലെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഉള്ളതായിരിക്കുന്ന പുസ്തകങ്ങളിൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ഇടപെടലുകൾ, ദൈവത്തിന്റെ കൽപ്പനകൾ, ദൈവത്തിന്റെ ആശയങ്ങൾ, ദൈവത്തിന്റെ അനുശാസനങ്ങൾ, ദൈവം ആവശ്യപ്പെട്ട ജീവിത രീതികളെല്ലാം നമ്മൾ എടുത്തു വെച്ച് അതിനെ ചേർത്ത് വെക്കുമ്പോൾ ഇതെല്ലാം കൂടെ സമഗ്രമായിരിക്കുന്ന പരസ്പര പൊരുത്തമായിരിക്കുന്ന ലോജിക്കലി കൺസിസ്റ്റന്റ് ആയിരിക്കുന്ന ഒരു പൊതു ചിത്രമായിട്ട് നമുക്ക് മനസ്സിലാവും. അത് തന്നെ പൊതുവെ ബൈബിളിന്റെ ലോകവീക്ഷണം, സമഗ്ര വീക്ഷണം, വേൾഡ് വ്യൂ എന്നൊക്കെ പറയാനായിട്ട് കഴിയും. അപ്പൊ എന്താണ് ഇതിനെ ചേർത്ത് വെക്കുന്ന ആ പൊതുവായിരിക്കുന്ന ഫ്രെയിംവർക്ക് ഏതാണ്? ഒരു ഫ്രെയിംവർക്ക് അതിനകത്ത് ഉണ്ടാകണം. ആ ഫ്രെയിംവർക്ക് എന്ത് എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമം ബൈബിൾ പഠിക്കുന്ന ആളുകളുടെ മനസ്സിലുണ്ട്. നമുക്കൊക്കെ ഒരുപക്ഷെ ബൈബിൾ വായിച്ചപ്പോൾ പരസ്പര വൈരുദ്ധ്യം തോന്നുന്ന കാര്യങ്ങളൊക്കെ പൊരുത്തപ്പെടുത്താനുള്ള ഒരു പാരഡൈം, ഒരു ചിന്ത, ഒരു രീതി നമ്മളൊക്കെ രൂപപ്പെടുത്തിയിട്ടുണ്ടാകും. അതേ സംബന്ധിച്ച് അത് എത്രത്തോളം വാലിഡ് ആയിരിക്കുന്ന ഒരു പൊതു രീതിയാണ് എന്നാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ നമുക്കറിയാം ക്രിസ്ത്യാനികൾ പഴയ നിയമത്തെ എങ്ങനെ കാണണം? അതായത് ക്രിസ്തീയ വിശ്വാസം തുടങ്ങി പുതിയ നിയമത്തിന്റെ സന്ദേശം പ്രസംഗിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ പഴയ നിയമത്തെ അത് എങ്ങനെ കാണണം എന്നുള്ള കാര്യത്തില് ആദ്യം മുതൽ ഒരുപക്ഷെ കർത്താവിന്റെ ശുശ്രൂഷ മുതൽ ഈ സംശയങ്ങളുണ്ട്. ഈ സംശയങ്ങളും അത് വിശദീകരിക്കാനുള്ള ഒരു പരിശ്രമമുണ്ട്. പുതിയ നിയമത്തിലെ സുവിശേഷങ്ങൾ വായിച്ചു നോക്കിയാൽ കർത്താവിന്റെ വിശദീകരണങ്ങൾ നമ്മൾക്കത് കാണാം. ഏറ്റവും ചുരുക്കമായി പറഞ്ഞാൽ മലയിലെ പ്രസംഗം വായിച്ചു നോക്കുമ്പോൾ അതിലെ പല ചോദ്യങ്ങളും കർത്താവ് പഴയ നിയമം എടുത്തിട്ട് പുതിയ നിയമത്തിന്റെ ഭാഷയിൽ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. നിങ്ങളിങ്ങനെ അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നു. അപ്പൊ ഈ കാര്യങ്ങളെയും കർത്താവ് ഒരു വൈരുദ്ധ്യമായിട്ടല്ല സത്യത്തിൽ പറഞ്ഞത്, അതിനെ എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത് എന്ന് കർത്താവ് പറഞ്ഞു തരികയാണ്. അപ്പൊ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ പഴയ നിയമത്തെ മനസ്സിലാക്കാനായിട്ട് കഴിയും. അവിടെ ഒരു വൈരുദ്ധ്യം ഇല്ല എന്ന് കർത്താവ് പറയാം. മർക്കോസിന്റെ സുവിശേഷത്തില് വിവാഹത്തെ പറ്റി പരീക്ഷന്മാരൊരു ചോദ്യം എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. മോശ വിവാഹമോചനം അനുവദിച്ചു, വിവാഹമോചന ചീട്ട് കൊടുക്കാം, നീ എന്തു പറയുന്നു? അതായത് പുതിയ നിയമം എന്തു പറയുന്നു എന്നാണ് ചോദ്യം. അപ്പൊ കർത്താവ് ആ മോശയെ എടുത്ത് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോയിട്ട് അതിനൊരു വിശദീകരണം കൊടുക്കുമ്പോൾ അത് ആവർത്തന പുസ്തകത്തിൽ മോശ കൊടുത്ത കൽപ്പനയും കർത്താവ് കൊടുത്ത കൽപ്പനയും പരസ്പര പൊരുത്തമായിട്ട് നിൽക്കണം. ഇത് രണ്ട് കാര്യമല്ല. ഇത് രണ്ടും കൂടെ ചേർത്ത് വെക്കാനായിട്ട് ഒരു പൊതുചിത്രം നമുക്കുണ്ട്. അതുപോലെ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ യഹൂദ ക്രിസ്ത്യാനികളും ജാതിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ക്രിസ്ത്യാനികളുടെയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്തെല്ലാം കാര്യത്തിലാണ് ഇവർക്ക് ഈ കൺഫ്യൂഷൻ വന്നത്?
പരിച്ഛേദനയുടെ കാര്യത്തില്, ഭക്ഷണം കഴിക്കുന്ന കാര്യത്തില്, അങ്ങനെ ഒരുപക്ഷെ എബ്രായ ലേഖനമൊക്കെ വരുമ്പോഴത്തേക്കാണെങ്കിലും അവരുടെ യാഗങ്ങള്, ദേവാലയ ശുശ്രൂഷകൾ, പൗരോഹിത്യം, ഈ സംബന്ധിച്ചൊക്കെ ഉള്ള കൺഫ്യൂഷൻസ് പിന്നെയും വരിക. അപ്പൊ ഇത് പരിഹരിക്കാനായിട്ട് ഉള്ള ഒരു പരിശ്രമം ഈ പുതിയ നിയമത്തിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് കഴിയും. ഗലാത്യ ലേഖനം ഇതിനുള്ള ഒരു മാർഗമായിട്ടാണ്, ഒരു രീതിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനം അതിനുള്ള ഒരു മാർഗനിർദ്ദേശമാണ് കൊടുക്കുന്നത്. എന്നാൽ ഇതൊക്കെ വായിച്ചാലും ഒരുപക്ഷെ ഇതൊക്കെ വായിക്കുമ്പോഴും പൂർണ്ണമായിരിക്കുന്ന ഒരു തൃപ്തി, എല്ലാവരും സ്വീകാര്യമായിരിക്കുന്ന ഒരു പൊതുചിത്രം എത്തിച്ചേരാൻ പലപ്പോഴും ദൈവശാസ്ത്രത്തിന് ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ, ഇതുവരെയുള്ള നൂറ്റാണ്ടുകളിൽ തന്നെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഒരു സത്യം. അതായത് ആളുകൾ ചിലർ പറയും പഴയത് മുഴുവൻ കാലഹരണപ്പെട്ടു പോയി, നമ്മൾ പുതിയ നിയമം വന്നപ്പോൾ അതിന് ഒരർത്ഥവും ഇല്ല. അത് രണ്ട് കാര്യമാണെന്ന് പറയുന്നവരുണ്ട്. ചിലർ പറയും ഭാഗികമായിട്ട് മാറി, എന്നാൽ ചില കാര്യങ്ങൾ, അതായത് ആചാരപരമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ മാറ്റം വന്നു, എന്നാൽ ധാർമ്മികമായ നിയമങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞത് വേർതിരിക്കാൻ, ഇത് പൊരുത്തപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അറ്റംപ്റ്റ്സ്, അതായത് പഴയ നിയമവും പുതിയ നിയമത്തിലെയും കാര്യങ്ങളെ പൊരുത്തപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ദൈവശാസ്ത്ര കാഴ്ചപ്പാടുകളെ, ഒന്ന് ഉടമ്പടി വേദശാസ്ത്രമെന്നും രണ്ട് യുഗാന്തര വേദശാസ്ത്രമെന്നാണ് പറയുന്നത്. ഏതാണ്ട് 17-ാം നൂറ്റാണ്ടില് രൂപപ്പെട്ട റിഫോംഡ് ചിന്തകർ, നവീകരണ ക്രിസ്ത്യാനികളുടെ ഇടയിൽ രൂപപ്പെട്ട ഒരു ദൈവശാസ്ത്ര വീക്ഷണമാണ് ഉടമ്പടി വേദശാസ്ത്രം. അതായത് ഉടമ്പടി വേദശാസ്ത്രം എന്ന് പറഞ്ഞാല് വീണുപോയ മനുഷ്യരെ യേശു ക്രിസ്തുവിൽ രക്ഷിക്കുക, വീണ്ടെടുക്കുക എന്ന ദൈവത്തിന് ഒരു പരിപാടി, ദൈവത്തിനുണ്ട്, ഒരേക പരിപാടിയാണ്. ആ പരിപാടിയുടെ നിവൃത്തിയാണ് ബൈബിളിൽ ഉള്ളത്. ഹാബേലിന് മുതൽ, അല്ലെ ആദാമിന്റെ കാലം മുതൽ ലോകാവസാനം വരെ തുടരുന്നതായിരിക്കുന്ന ദൈവത്തിന്റെ വീണ്ടെടുപ്പ് പദ്ധതിയാണ്, അതിന്റെ അനാവരണമാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ട് ഇങ്ങനെ ക്രമമായിട്ട് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ പഴയ നിയമത്തിൽ അതിന്റെ പ്രതീകാത്മകമായിരിക്കുന്ന പല അവതരണങ്ങളാണ്, വ്യക്തത വന്നിട്ടില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അതിന്റെ യാഥാർത്ഥ്യം വന്നു. അത് ഒരു ഉടമ്പടി വേദശാസ്ത്രത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ്. അപ്പൊ അവർ പറഞ്ഞു വെച്ചിട്ടാണ് ഈ രക്ഷിക്കപ്പെടുന്ന ആളുകൾ ഏത് കാലത്തായാലും ഒറ്റ കൂട്ടമാണ്. അതായത് മോശയുടെ അനുശാസനങ്ങൾ യഥാർത്ഥത്തിൽ പുതിയ നിയമ സത്യങ്ങളുടെ ഒരു പ്രതീകാത്മക ചിത്രങ്ങളാണ്. ഇസ്രയേൽ എന്നും സഭയെന്നൊന്നും പറഞ്ഞ ദൈവമക്കളെ രണ്ടാക്കി തിരിക്കാനായിട്ട് യഥാർത്ഥത്തിൽ നമുക്ക് സാധിക്കില്ല. കാലാനുസൃതമായ ചില വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇതെല്ലാം ഒരു സമൂഹം തന്നെയാണ്. അപ്പൊ ഇതാണ് പൊതുവെ വളരെ ചുരുക്കമായിട്ട് ഉടമ്പടി വേദശാസ്ത്രത്തിന്റെ ഒരു ഊന്നല്. അതുകൊണ്ട് ഇതെല്ലാം ഒന്നാണ്, ഒരു പരിപാടിയാണെന്ന് അവർ പറയും. യുഗാന്തര വേദശാസ്ത്രം എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, ഈ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയൊരു കാഴ്ചപ്പാടാണ് 19-ാം നൂറ്റാണ്ടില് അവതരിപ്പിച്ചതായിരിക്കുന്ന, പ്രത്യേകിച്ചും ഇന്ന് നമുക്കുള്ള ഇതുവരെ ഉണ്ടായിരുന്ന ബ്രദറുകാര്, ഒരാളിൽ ബാപ്റ്റിസ്റ്റുകാര്, അതുപോലെ ഇവാഞ്ചലിക്കൽ പെന്തക്കോസ്റ്റുകാർ, ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ മുറുകെ പിടിച്ചിരുന്ന ഒരു കാഴ്ചപ്പാടാണ് ഡിസ്പെൻസേഷണൽ കാഴ്ചപ്പാട്. അപ്പൊ അവരത് പറയുന്നത് ബൈബിളിനെ അങ്ങനെ പഴയ നിയമത്തിലെ കാര്യങ്ങളൊക്കെ ആത്മീയവൽക്കരിച്ച് പുതിയ നിയമം പോലെ ആക്കാനായിട്ട് ശ്രമിക്കേണ്ട കാര്യമില്ല. പഴയ നിയമം എന്നുള്ളത് അത് ദൈവം ഇസ്രയേലിന് കൊടുത്തതായിരിക്കുന്ന ഒരു പരിപാടിയാണ്. അത് വ്യത്യസ്തമായിരിക്കുന്ന ഒരു യുഗത്തിലുള്ള വേറൊരു ഡിസ്പെൻസേഷനാണ്, വേറൊരു പ്രോഗ്രാമാണ്. അത് അവർക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമാണ്. എന്നാൽ പുതിയ നിയമം എന്നുള്ളത് വേറൊരു പ്രോഗ്രാമാണ്. ഇത് രണ്ടും ഒന്നല്ല, രണ്ട് പ്രോഗ്രാംസ് ആണ്. ഒരു ദൈവമാണ് നടപ്പിലാക്കുന്നത്, ഒരു ക്രിസ്തുവിലാണ് കേന്ദ്രീകരിക്കപ്പെട്ടതെങ്കിലും രണ്ട് പ്രോഗ്രാമാണ്. അതിനെ നമ്മൾ കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതിനെല്ലാം ആത്മീയമാക്കി കൊണ്ടുവരേണ്ട കാര്യമില്ല. അത് അവർക്ക് അക്ഷരീകമായി ലോകപ്രകാരം ഭൗതികമായി നൽകിയിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇപ്പോഴത് നടപ്പിലാകില്ല. സഭ ഇവിടുന്ന് മാറുമ്പോൾ, കർത്താവ് വീണ്ടും വരുന്ന സമയത്ത് അവർക്ക് പഴയ നിയമത്തിൽ പറഞ്ഞായിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കും. മാത്രമല്ല, പുതിയ ഉടമ്പടി എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്രയേലിനുള്ള ഉടമ്പടിയാണ്. അത് അവർക്ക് ദൈവം അത് അന്ത്യകാലത്ത് നിവൃത്തിയാക്കും. അപ്പൊ ഇതിനെ രണ്ടാക്കി, ഒരളവിൽ രണ്ട് പ്രോഗ്രാം ആക്കി, തമ്മിൽ വൈരുദ്ധ്യം ഇല്ല. അത് അവർക്കുള്ളതും ഇത് നമുക്കുള്ളതും, അപ്പൊ പിന്നെ പ്രയാസമില്ലല്ലോ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനമാണ് യുഗാന്തര വേദശാസ്ത്രത്തിന്റെ വ്യാഖ്യാനം. പഴയ ഉടമ്പടി വേദശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ വീണ്ടെടുപ്പ് ബൈബിളിന്റെ കേന്ദ്ര ആശയം ആയിരിക്കുമ്പോൾ, വീണ്ടെടുപ്പ് പ്രോഗ്രാം കേന്ദ്ര ആശയം ആയിരിക്കുമ്പോൾ, യുഗാന്തര വേദശാസ്ത്രത്തിന് ദൈവത്തിന്റെ മഹത്വം, ദൈവം തന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്ന വിവിധങ്ങളായിരിക്കുന്ന പ്രോഗ്രാംസ് ആണ് ഈ
എല്ലാ ഡിസ്പെൻസേഷൻസിലും ഉള്ളത് എന്നൊരാശയത്തിലാണ് അവരതിനെ വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ചുരുക്കത്തിൽ ഉടമ്പടി ശാസ്ത്രവും യുഗാന്തര വേദശാസ്ത്രവും ഈ ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള പ്രകടമായിരിക്കുന്ന വ്യത്യാസങ്ങളെ എങ്ങനെ പൊരുത്തപ്പെടുത്താനായിട്ട് കഴിയും, അത് രണ്ടാക്കി പൊരുത്തപ്പെടുത്തണമോ അതിനെ ആത്മീയവൽക്കരിച്ച് പൊരുത്തപ്പെടുത്തണമോ എന്നുള്ളതായിരിക്കുന്ന ഒരു പരിശ്രമമാണ്. യുഗാന്തര വേദശാസ്ത്രവും കവനന്റ് തിയോളജിയും ഒക്കെ ഒരളവിൽ ഇന്ന് വളരെ പരിവർത്തനങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായിരിക്കുന്ന കാഴ്ചപ്പാടുകളാണ്. ഡിസ്പെൻസേഷൻസും ഒക്കെ ആദ്യം പഠിപ്പിച്ച ഒരുപാട് പ്രസിദ്ധമാക്കിയ ഡാളസ് തിയോളജിക്കൽ സെമിനാരി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള പ്രൊഫസേഴ്സ് അനേകരും ഇപ്പോഴ് പഠിപ്പിക്കുന്നത് പ്രോഗ്രസീവ് ഡിസ്പെൻസേഷൻസും എന്നൊരു കാര്യമാണ്. പല ജോർജ് എർലില്ലാഡിനെ പോലെയുള്ള ദൈവശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ എഴുത്തുകൾക്ക് ശേഷം ഡിസ്പെൻസേഷൻസ് ആർഗ്യുമെന്റിന്റെ പഴയകാല ഡിസ്പെൻസേഷനത്തിന്റെ ബലഹീനതകളും മനസ്സിലാക്കി, അതിന്റെ എക്സിജറ്റിക്കൽ വാലിഡിറ്റിയുടെ ബലഹീനത മനസ്സിലാക്കിയിട്ട് അതിനെയൊക്കെ വ്യത്യസ്തമാക്കി ഇസ്രായേലും സഭയും 2 പ്രോഗ്രാമല്ല, ഒരു പ്രോഗ്രാമാണ്, ദൈവത്തിന് ഒരു പ്രോഗ്രാമേ ഉള്ളൂ, ഒരു കമ്മ്യൂണിറ്റി ഉള്ളൂ എന്നൊക്കെയുള്ള ആ പുതിയ പ്രോഗ്രഷനിലേക്ക് ഒരു വേറൊരു കാഴ്ചപ്പാടാണ്. അതുപോലെ തന്നെ കവനന്റ് തിയോളജിയും ഇപ്പൊ പ്രോഗ്രസീവ് കവനന്റലിസം എന്ന് പറഞ്ഞൊരു പുതിയ കാഴ്ചപ്പാട് വെച്ച് ആ പഴയകാല ക്ലാസിക് കവനന്റ്, ദൈവത്തിന് 3 ഉടമ്പടികളും ആ ഉടമ്പടികൾ വെച്ചുള്ള കാര്യങ്ങൾ എന്നുള്ള ആ ക്ലാസിക് കവനന്റലിസം മാറ്റി ഒരു പ്രോഗ്രസീവ് കവനന്റലിസം എന്നൊരു ആശയത്തിലേക്ക് വരികയാണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, സത്യത്തിൽ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ഇതിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കാര്യപരിപാടികളെയും പൊരുത്തപ്പെടുത്താനായിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് അങ്ങോട്ട് ശരിക്കും കഴിഞ്ഞിട്ടില്ല. ഒരു സമഗ്ര ചിത്രം ശരിക്കും എല്ലാവർക്കും സ്വീകാര്യമായിരിക്കുന്ന ഒരു ചിത്രം ഉണ്ടാക്കാനായിട്ട് വേദശാസ്ത്രത്തിന് ഇന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ചിത്രമാണ് ഇപ്പോഴത്തെ ദൈവശാസ്ത്ര വീക്ഷണങ്ങളൊക്കെ നമ്മളെ കാണിച്ചു തരുന്നത്. ഇതിന്റെ വെളിച്ചത്തിൽ ഇത്രയും ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇതിനെ സംബന്ധിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇതിന് ഒരു മറുപടി എന്ന് പറഞ്ഞാൽ നമ്മളും ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പൂർണ്ണമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഇതാണ് അതിന്റെ ശരി എന്ന് പറഞ്ഞ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരടിക്കോ ഒരാൾക്കോ കഴിയുന്ന ഒരു കാര്യമല്ലെന്ന് നമുക്കറിയാം. എന്നാലും ഇതിനെ അപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു വഴി സൂചിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഈ പുതിയ നിയമം എങ്ങനെയാണ് പഴയതിനെ കണ്ടത് എന്ന് ശരിയായി ഗ്രഹിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും നല്ല മാർഗം. അതായത് പഴയ നിയമത്തിലെ കാര്യങ്ങളെ ഒരളവിൽ നമ്മൾ കാലഹരണപ്പെട്ടതായിട്ട് തന്നെ കാണുന്ന കാര്യങ്ങളെ, അതിനകത്ത് പറഞ്ഞ ആശയങ്ങളെ പുതിയ നിയമം എങ്ങനെയാണ് കണ്ടത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 17-20 വാക്യങ്ങളിൽ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ന്യായപ്രമാണത്തെ പ്രവാചകന്മാരെ നീക്കേണ്ടതിന് വന്നു നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്ര ഞാൻ വന്നത്. കർത്താവ് നീക്കാൻ വന്നതല്ല, നിവർത്തിക്കാൻ വന്നതാണ്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാൾ ഒഴിഞ്ഞു പോകുകയില്ല. ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിലേറ്റ ചെറിയവനെന്ന് വിളിക്കപ്പെടും. അതുപോലെ അതിനെ ആദരിക്കുന്നതും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ വലിയവനെന്ന് വിളിക്കപ്പെടും എന്ന് കർത്താവ് പറയുകയാണ്. അപ്പം ഈ കർത്താവ് പറയാണ്, ഇത് മാറ്റാൻ വന്നതല്ല, നിവർത്തിക്കാനായിട്ട് വന്നതെന്ന് മാത്രമല്ല, കർത്താവ് പൊതുവെ ഈ ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ച ഒരാളും ആണ്. യഹൂദ ന്യായപ്രമാണത്തിന്റെ ആ രീതികളിലൂടെ പൊതുവെ കർത്താവ് പോയിട്ടുള്ള ആളാണ് പൊതുവെ നോക്കിയാൽ. അതേസമയം അപ്പോസ്തലന്മാരുടെ എഴുത്തുകൾ നമ്മൾ വായിച്ചു നോക്കിയാൽ ഈ പഴയ നിയമ ന്യായപ്രമാണ വ്യവസ്ഥകളെ അവർ അതുവരെ അനുസരിച്ചില്ല എന്ന് മാത്രമല്ല, അവയെ കാലഹരണപ്പെട്ടതും ജീർണിച്ചതുമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാണ് ചെയ്തത്. യാഗങ്ങളാകട്ടെ, പരിച്ഛേദനയെ പറ്റിയൊക്കെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, അതിനെന്താ പ്രസക്തി എന്നാ ചോദിച്ചത്? ക്രിസ്തുവേശുവിൽ പരിച്ഛേദനയോ അഗ്രചർമ്മമോ അല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. ഇബ്രാഹിംകാരൻ പറയാണ്, പുതിയത് എന്ന് പറയുന്നതിനെ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു, പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. അപ്പൊ പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരുടെ എഴുത്തുകൾ വായിച്ച കർത്താവിന്റെ ശിഷ്യന്മാരല്ലേ, പരിശുദ്ധാത്മാവ്, അവർ പറയുന്നത് ഇതൊക്കെ കാലഹരണപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങളാണ്. കർത്താവ് പറയുന്നത് നിവർത്തിക്കുമെന്നും കർത്താവ് പറയുന്നു. അപ്പൊ കർത്താവ് യഥാർത്ഥത്തിൽ എന്തായിരിക്കും ഉദ്ദേശിച്ചെന്ന് ന്യായമായ ഒരു ചോദ്യം നമുക്കുണ്ടല്ലോ. അപ്പോസ്തലന്മാര് കർത്താവിനെ എതിര് പറഞ്ഞതല്ല, വൈരുദ്ധ്യമല്ലല്ലോ. ഇതെങ്ങനെ പൊരുത്തപ്പെടുത്തി വെക്കും? അപ്പൊ നമ്മൾ മനസ്സിലാക്കിയാല് നമുക്ക് അറിയാം, യഥാർത്ഥത്തിൽ കർത്താവ് പഴയ ഉടമ്പടി, അതായത് ആ പഴയ ആ ന്യായപ്രമാണത്തിലെ കാര്യങ്ങൾ, ആ ഉടമ്പടിയിൽ പറഞ്ഞതായിരിക്കുന്ന ആ കാര്യങ്ങൾ തത്വത്തിൽ അത് എന്താണോ ലക്ഷ്യമാക്കിയത് അത് കർത്താവ് നിവർത്തിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ബാഹ്യമായിരിക്കുന്ന അനുഷ്ഠാനങ്ങളുടെ ആ നിവൃത്തി അല്ല, എന്താണ് അവ യഥാർത്ഥത്തിൽ അർത്ഥമാക്കിയത് അത് യേശുക്രിസ്തുവിൽ
പൂർണ്ണമായി നിവർത്തിക്കപ്പെട്ടു എന്ന കാര്യമാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് കർത്താവ് ഇത് അക്ഷരീകമായിട്ട് ചെയ്യാൻ വന്നതല്ല, അത് എന്തിനെ സൂചിപ്പിച്ചോ അത് കർത്താവ് പൂർണ്ണമായിട്ട് ഉണ്ട്. അതില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ച ആളായിട്ടാണല്ലോ ബൈബിളിൽ നമുക്ക് കാണുന്നത്. അവൻ അനുസരണം പഠിച്ച് തികഞ്ഞവനായി എന്നല്ലേ വായിക്കുന്നത്. എന്താണ് ഉദ്ദേശിച്ചത്? അത് കർത്താവ് നിവൃത്തിയായി എന്ന് പറയുമ്പോൾ ന്യായപ്രമാണത്തിന്റെ മുമ്പിൽ കർത്താവ് കുറ്റക്കാരനല്ല. ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിച്ച ഒരാളായിട്ടാണ്. പിതാവ് തന്നെ പറയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ ഒരു കാര്യം നമുക്കറിയാം, ന്യായപ്രമാണം, പഴയ ഉടമ്പടി ന്യായപ്രമാണത്തെ പറ്റി പറയുമ്പോൾ ന്യായപ്രമാണം സത്യത്തിൽ ആരെയും നീതീകരിച്ചിട്ടില്ല. അത് മനുഷ്യരെ കുറ്റക്കാരെന്ന് വിധിച്ച് മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ മാത്രമേ ന്യായപ്രമാണത്തിന് കഴിഞ്ഞിട്ടുള്ളൂ. നല്ല ന്യായപ്രമാണമാണ്, ശരിയായ ദൈവത്തിന്റെ ധാർമ്മിക നിയമങ്ങളാണ്, ദൈവ സ്വഭാവമാണ് വെളിപ്പെട്ടത്. എങ്കിലും ഫലത്തിൽ സംഭവിച്ചെന്താ? അതിന്റെ കീഴിൽ, അതിന്റെ മുമ്പിൽ എല്ലാവരും കുറ്റക്കാരെന്ന് വെച്ച് ശാപത്തിലേക്കും മരണത്തിലേക്കും പോയത്. എന്നാൽ ഇവിടെ യേശുക്രിസ്തു എന്ന ഏക മനുഷ്യൻ ലോകത്ത് വന്നപ്പോൾ ന്യായപ്രമാണത്തിന് മുമ്പിൽ ഒരു കുറ്റം അവന് കാണാനില്ല. യഥാർത്ഥത്തിൽ പ്രകടമായിട്ടുള്ള കുറ്റങ്ങളായിരിക്കും, പക്ഷെ യഥാർത്ഥത്തിൽ ന്യായപ്രമാണം എന്താണോ ഉദ്ദേശിച്ചത് ആ കാര്യത്തിൽ കർത്താവിൽ ഒരു കുറ്റവും വന്നിട്ടില്ല. അപ്പൊ കർത്താവ് നിവർത്തിച്ചത് എങ്ങനെയാണ്? അതിന്റെ ബാഹ്യ തരത്തിലല്ല. യാഗത്തിന്റെ കാര്യം പറയാം. കർത്താവ് യാഗം അർപ്പിച്ചോന്ന് ചോദിച്ചാൽ കർത്താവല്ലേ യാഗം അർപ്പിച്ചത്. കർത്താവിന് ആ വേർപാടുണ്ടാണെന്ന് ചോദിച്ചാൽ കർത്താവിനല്ലേ വേർപാടുള്ളത്. കർത്താവ് നീതീകരിക്കപ്പെട്ടെന്ന് വെച്ചാൽ കർത്താവല്ലേ നീതീകരിക്കപ്പെട്ടത്. കുറ്റം പറയാനായിട്ട് കഴിയാതെ വേണം. കർത്താവിൽ ആ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിക്കപ്പെട്ടതായിട്ട് നമ്മൾ കാണുകയാണ്. സ്നേഹ ന്യായപ്രമാണത്തിന് നിവൃത്തിയാണെങ്കിൽ യേശുക്രിസ്തു അല്ലേ യഥാർത്ഥം സ്നേഹിച്ചിട്ടുള്ളൂ, ബാക്കി എല്ലാവരും സ്നേഹിക്കാത്തവരാണ്. കർത്താവിൽ അതിന്റെ നിവൃത്തി നമ്മൾ കാണുക ചെയ്യുന്നത്. അപ്പൊ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, കർത്താവിന്റെ മനസ്സിലൂടെ കർത്താവ് അപ്പോസ്തലന്മാർ ഇത് കണ്ടത് എങ്ങനെ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് നമുക്ക് പഴയ നിയമത്തിന്റെ ഇന്നത്തെ പ്രസക്തി എന്താണെന്ന് ചിന്തിക്കാനായിട്ട് കഴിയുള്ളൂ. അടുത്തതായിട്ട് ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഈ പഴയ നിയമമൊന്നും പുതിയ നിയമമൊന്നും പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സാധാരണ ബൈബിളിന്റെ പേരായിട്ടാണ് പഴയ നിയമ 39 പുസ്തകത്തിന് 27 പുസ്തകത്തിന് 2 പഴയ നിയമം പുതിയ നിയമം എന്ന് പറയും. പുതിയ നിയമത്തില് അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു പദവുമാണ്. പൗലോസ് കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തില് പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും എന്ന് പറയുമ്പോൾ ഈ പഴയ നിയമത്തെ പറ്റി ആയിരിക്കും വിശദമാക്കിയത്. മോശയുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നതിനെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വിവക്ഷ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ വാക്ക് നിയമം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഡിയാതെക്കെ എന്ന ഉടമ്പടി എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഉടമ്പടി, ആ വാക്ക് നമുക്ക് പരിചയമുണ്ട്. പഴയ ഉടമ്പടി, കവനന്റ് എന്ന വാക്കാണ്. പഴയ കവനന്റ് ആൻഡ് പുതിയ കവനന്റ്, രണ്ട് ഉടമ്പടികളെ പറ്റിയാ പറയുന്നത്. പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും. ഒരു വാക്യം വേദപുസ്തകത്തിൽ ഞാൻ വായിക്കുന്നത് കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ 2 കൊരിന്ത്യർ. അവൻ ഞങ്ങളെ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. പുതിയ നിയമം എന്നും പറഞ്ഞിട്ടുണ്ട്, അത് ഉടമ്പടിയാണ്. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. ഏതായി അക്ഷരത്തിന്റെ ശുശ്രൂഷ? അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണത്തിന്റെ ശുശ്രൂഷ. ഉടനെ നമ്മൾ പഴയ നിയമത്തിലെ മോശ എഴുതി കൊടുത്ത കൽപ്പനകളിലേക്കാ പോകുന്നേ. കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണത്തിന്റെ ശുശ്രൂഷ. മങ്ങിപ്പോകുന്ന മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ് ഉള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതാകില്ലയോ? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ് ആകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ് ഇല്ലാത്തതായി. മങ്ങിപ്പോകുന്നത് തേജസ് ഉള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്ര അധികം തേജസ് ഉള്ളതായി തീരും. അക്ഷരത്തിന്റെ ശുശ്രൂഷ, മരണ ശുശ്രൂഷ, ശിക്ഷാവിധിയുടെ ശുശ്രൂഷ എന്നൊക്കെ കല്ലിൽ അക്ഷരമായി കൊത്തിയ ശുശ്രൂഷ എന്നൊക്കെ പറയുന്നത് ഏതാ? അത് പഴയ ഉടമ്പടിയെ പറ്റിയാണ് അവിടെ പറയുന്നത്. ചുരുക്കത്തിൽ എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ദൈവത്തിന്റെ കൽപ്പനകളാണ് പറഞ്ഞത്. 10 കൽപ്പനയല്ലേ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്നത്. ഈ ദൈവകൽപ്പനകൾ അനുസരിച്ചാൽ ജീവിക്കും, അല്ലെങ്കിൽ നശിച്ചു പോകും. അതല്ലേ പഴയ ഉടമ്പടി. കൽപ്പന അനുസരിച്ചാൽ ജീവിക്കും. ഗലാത്യർ 3:12 ന്യായപ്രമാണത്തിന് വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. അതാണ് പഴയ ഉടമ്പടി. അതാണ് അക്ഷരമായി കൊത്തിയിരുന്ന ഉടമ്പടി. ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരി, ചെയ്താൽ ജീവിക്കും. പക്ഷെ ഫലത്തിൽ എന്താ സംഭവിച്ചത്?
ആരും ചെയ്തവരില്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുക ചെയ്ത്. കൽപ്പന വായിക്കുന്നോറും കാണുന്നോറും ആരും ചെയ്തവരില്ല, എല്ലാവരും മരണയോഗ്യർ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ഉടമ്പടി സത്യത്തിൽ ഒരു കാലഹരണപ്പെട്ട ഉടമ്പടിയല്ല, അത് നിലവിലുള്ള ഒരു ഉടമ്പടിയാണ്. അതായത് പഴയ ഉടമ്പടി എന്നുള്ളത്, അതായത് പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ നല്ലത് ചെയ്താൽ നിനക്ക് ജീവിതവും തിന്മ ചെയ്താൽ നിനക്ക് നാശവും എന്നുള്ളത് ദൈവത്തിന്റെ മനുഷ്യവർഗത്തോടുള്ള പൊതുവായ ഇടപെടലിന്റെ വ്യവസ്ഥ തന്നെയാണ്. ഈ പഴയ ഉടമ്പടി പൊതുവെ ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും അത് ഇസ്രായേലിന് മാത്രം ബാധകമായതല്ല. റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 7 മുതൽ വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, സ്വാർത്ഥരായി സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും ദുരിതവും കഷ്ടവും ആദ്യ യഹൂദനും പിന്നെ യവനനും വരും. നല്ലത് പ്രവർത്തിക്കുന്ന യവനും മഹത്വവും മാനവും സമാധാനവും ആദ്യ യഹൂദനും പിന്നെ യവനും ലഭിക്കും. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. ഇത് ഏത് ഉടമ്പടിയാ? സത്യത്തിൽ ഈ ഉടമ്പടി തന്നെയാണ് ആദാമിനോട് പറഞ്ഞത് ദൈവം. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത്, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന് ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അനുസരണ ജീവൻ, മത്സരം മരണം. ഇതല്ലേ ആ നിയമം. ആ നിയമം തന്നെയല്ലേ നമ്മളിവിടെ കാണുന്നത്. മോശയോട് പറഞ്ഞെന്താ? മോശ പറഞ്ഞപ്പോഴും മോശയുടെ പ്രമാണങ്ങളിലേക്ക് നമ്മൾ വരുമ്പോഴും നമ്മൾ ഇത് തന്നെ നമ്മൾ കാണുന്നത്. നന്മ ചെയ്താൽ ജീവിക്കും, തിന്മ ചെയ്താൽ മരണവും വരും എന്നുള്ള ഈ പ്രമാണം. നോഹയോടുള്ള കൽപ്പനയിൽ ദൈവം പറഞ്ഞെന്താ? നോഹയോട് പറയുമ്പോഴും കർത്താവ് ഇത് തന്നെ പറയുന്നത്, നിങ്ങളുടെ ജീവനായ രക്തത്തിനെ ഞാൻ നിശ്ചയമായി പകരം ചോദിക്കും, സകല മൃഗത്തോടും മനുഷ്യരോട് ചോദിക്കും, ഓരോ മനുഷ്യന്റെ സഹോദരനോടും ഞാൻ മനുഷ്യന്റെ ജീവന് പകരം ചോദിക്കും. ദൈവത്തിന്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കിയതോടെ ആരെങ്കിലും മനുഷ്യന്റെ രക്തം ചൊരിയിച്ചാൽ മനുഷ്യനാൽ അവന്റെ രക്തം ചൊരിയപ്പെടണം. മരണം, പാപം, മരണം. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തില് മോശ ഇങ്ങനെ എഴുതുകയാണ്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിച്ചിരിക്കുന്നവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും മീതെ ഉയർത്തും. എന്നിട്ട് അനുഗ്രഹങ്ങളുടെ ഒരു നീണ്ട നിര പറയുകയാണ്. എന്നിട്ട് 15-ാം വാക്യത്തിൽ പറയാണ്, എന്നാൽ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കാതെ ഇരുന്നാൽ ഈ ശാപമൊക്കെ നിനക്ക് വന്നു വയ്ക്കുക. ശാപങ്ങൾ നമുക്കറിയാം. അനുസരിച്ചാൽ നന്മ, മത്സരിച്ചാൽ തിന്മ. സത്യത്തിൽ ആലോചിച്ച് നോക്കാം, ഇത് നമ്മുടെ മാത്രം നിയമമല്ല. ഇസ്രായേലിന്റെ മാത്രം നിയമമല്ല. റോമാലേഖനം 2-ാം അധ്യായത്തില് പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിന് ഉള്ള കാര്യങ്ങൾ സ്വാഭാവികമായി ചെയ്യുമ്പോൾ ന്യായപ്രമാണം ഇല്ലാത്തവർ തങ്ങൾക്ക് തന്നെ ന്യായപ്രമാണമാകുന്നു. അവരുടെ മനസാക്ഷി അവരോടുകൂടെ സാക്ഷ്യം പറഞ്ഞും വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിപാദിക്കുകയോ ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണുന്നു. സത്യത്തില് ഈ ഉടമ്പടി, ഈ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ രക്ഷ, പ്രവർത്തിക്കാതിരുന്നാൽ ശിക്ഷ എന്നുള്ള ഈ ഉടമ്പടി അത് ഇസ്രായേലിന് മാത്രമല്ല, സകല മനുഷ്യരുടെയും മനസാക്ഷിയിൽ എഴുതി വിധിക്കുന്ന ആദാമിന്റെ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ മുതൽ മനുഷ്യന് കൊടുത്തതായിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. അവസാനം ദൈവം ന്യായം വിധിക്കുന്നു. എങ്ങനെയാ? തെറ്റുകാരെ, അവിശ്വാസികളെ ന്യായം വിധിക്കുന്നതിന്റെ വ്യവസ്ഥ എന്താ? വെളിപ്പാട് നമ്മൾ വായിക്കുന്നുണ്ട്, പുസ്തകങ്ങൾ തുറന്നു, പുസ്തകങ്ങൾ എഴുതിയിരുന്നിടത്തോളം മരിച്ചവർക്ക് അവർ ചെയ്ത പ്രവൃത്തികൾക്ക് തക്ക ന്യായവിധി ഉണ്ടായി. സത്യത്തിൽ ഇതാണ് ഇത് ഒരളവിൽ ആലോചിച്ച് നോക്കാം. ഇത് ബൈബിളിലെ ഈ ഉടമ്പടികളിൽ കാണുന്ന ഈ പ്രവൃത്തി അനുസരിച്ചുള്ള നീതീകരണത്തിന്റെ വഴി മാത്രമല്ല, ലോകത്തിലെ സകല നീതിന്യായ വ്യവസ്ഥയുടെയും ആധാരം എന്ന് പറയുന്നത് നന്മ ചെയ്താൽ നന്മ, തിന്മ ചെയ്താൽ ശിക്ഷ എന്നുള്ള കാര്യമാണ്. റോമാലേഖനം 13 അധികാരത്തെ പറ്റി പറയുമ്പോൾ പൗലോസ് പറയുന്നില്ലേ, അധികാരത്തെ എതിർക്കുന്നവൻ ദൈവത്തെ ധിക്കരിക്കുന്നവർ ശിക്ഷാവിധി പ്രാപിക്കും. വെറുതെ അല്ല അവൻ വാൾ വഹിക്കുന്നവൻ ദോഷം പ്രവർത്തിക്കുന്നവന്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവ ശുശ്രൂഷ അത് തന്നെ. നന്മ ചെയ്തോ നിനക്ക് നന്മ വരും, തിന്മ ചെയ്താൽ തിന്മ വരും. അങ്ങനെയാണ് ഈ ഭൂമി മനുഷ്യവർഗം ഇന്നയോളം മുന്നോട്ട് പോകുന്നത്. ലോകത്തിന്റെ നിയമവ്യവസ്ഥയുടെ ആധാരം തന്നെയാണിത്. അതായത് മോശയുടെ കൽപ്പന അതിന് സവിശേഷതകൾ ഉണ്ടെങ്കിലും സത്യത്തിൽ ദൈവം ആദാമിന് കൊടുത്ത നന്മ ചെയ്താൽ നിനക്ക് നന്മ വരും എന്നുള്ള ആദ്യത്തെ വ്യവസ്ഥയുടെ ആ ഉടമ്പടിയുടെ ഒരു കാലികമായിരിക്കുന്ന ഒരു അവതരണമാണ് മോശയുടെ പ്രമാണം. അതുപോലെ സകല നീതിന്യായ വ്യവസ്ഥകളിലും ഈ കാര്യം ഉണ്ട്. ഞാൻ 1-2 കാര്യം ചുരുക്കമായിട്ട് പറയാം. ഈ വ്യവസ്ഥ
ഈ ഉടമ്പടി, ഈ പഴയ ഉടമ്പടി സത്യത്തിൽ അത് ഒരു ദൈവത്തിന്റെ പൊതുവായ കൃപയുടെ ഒരു നിർവഹണമാണ് അവിടെ കാണുന്നത്. അത് വിശ്വാസി അവിശ്വാസി എന്ന് വ്യത്യാസം കൂടാതെ സകല മനുഷ്യർക്കുമായുള്ള ഒരു ദൈവിക പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ ആ കൃപ അനുസരിക്കാനുള്ള മാർഗം, സ്വാഭാവിക മാർഗം വിശ്വാസമല്ല. സത്യവും നീതിയൊക്കെ അനുസരിച്ച് ജീവിക്കണമെങ്കിൽ വിശ്വസിക്കണമെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. സത്യവും നീതി അനുസരിക്കണം, എല്ലാവരും അനുസരിക്കണം, വിശ്വസിക്കാത്തവരും എല്ലാം അനുസരിക്കാനായിട്ട് കഴിയും. അത് ജഡികമായ ഈ ലോകപ്രകാരമുള്ള ഒരു വ്യവസ്ഥിതിയാണ്. ഒരുപക്ഷെ എത്ര മെച്ചമായിട്ട് അതിൻ പ്രകാരം ജീവിക്കാൻ ശ്രമിച്ചാലും ആർക്കും പൂർണ്ണത കൈവരിക്കാൻ കഴിയൂല. അവസാനം നശിച്ചു പോകുന്ന ഒരു ദൈവിക വ്യവസ്ഥിതിയാണ്. അതുകൊണ്ടാണ് പൗലോസ് പുസ്തകം കൊരിന്ത്യർ പറഞ്ഞത്, നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം എന്ന് പറഞ്ഞത്. ഈ വ്യവസ്ഥ, ഈ ഉടമ്പടിയുടെ വ്യവസ്ഥിതി സത്യത്തിൽ ശാശ്വതമായ ഒരു ദൈവപരിപാടിയുടെ ഭാഗമല്ല. വീണുപോയ ലോകത്തെ സംരക്ഷിക്കുന്നതായിരിക്കുന്ന ഒരു ദൈവിക ക്രമീകരണമാണ്. അത് പൊതുവായ കൃപയുടെ ഒരു ഭാഗമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ നീതിന്യായ വ്യവസ്ഥിതികളും നടപ്പിലാകുന്നത്. ഒരളവോളം മനുഷ്യനെ ഗുണമുള്ളവനാക്കി നിർത്തി ഈ വീണുപോയ ലോകത്തെ സൂക്ഷിക്കാനായിട്ട് അതിന് കഴിയും. അത് ആരെയും നീതീകരിക്കാനായിട്ട്, ദൈവം മുമ്പിൽ മനുഷ്യന്റെ മുമ്പിൽ നീതീകരിക്കാൻ അതേ പറ്റുള്ളൂ. ഒരു കോടതിയിൽ പോയാൽ ആ നിയമം വെച്ചാൽ നീതീകരിക്കുന്നത്. പക്ഷെ ദൈവത്തിന് മുമ്പിൽ പോയാൽ നീതീകരണം പ്രാപിക്കുകയില്ല. അതുകൊണ്ടാണ് പൗലോസ് പുസ്തകം പറഞ്ഞത്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നല്ലോ ഉള്ളത്, ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്നുണ്ടല്ലോ. അപ്പൊ ഈ പഴയ ഉടമ്പടിയെ പറ്റി ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നമുക്കിനി പുതിയ ഉടമ്പടിയെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കാം. അതാണല്ലോ പുതിയ നിയമം. നമുക്കത് കൃത്യമായി അറിയാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് ദൗത്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പുതിയ വ്യവസ്ഥിതിയാണത്, ഒരു പുതിയ നിയമമാണിത്, ഒരു പുതിയ ഉടമ്പടിയാണ്. പൗലോസ് കൊരിന്ത്യർ പറഞ്ഞു, അവൻ ഞങ്ങളെ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകർ. ഞങ്ങൾ പുതിയ ഉടമ്പടിയുടെ ആളുകളാണ്. കർത്താവ് അന്ത്യത്താഴ സമയത്ത് പാനപാത്രം എടുത്ത് പറഞ്ഞു, ഈ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്തിട്ട് പറയുകയാണ്, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ ഉടമ്പടി, പുതിയ നിയമം ആകുന്നു. യിരെമ്യാ പ്രവാചനത്തിൽ നമ്മൾ വായിച്ചത്, അന്ന് യഹൂദ ഗ്രഹത്തോടും ഇസ്രായേൽ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും, ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്ന കാലം വരും. യെഹെസ്കേലിൽ പറയുന്ന ആ പുതിയ ഹൃദയം കൊടുക്കുന്ന ആ പുതിയ ഉടമ്പടി, ആ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷയുടെ പേരാണ് സുവിശേഷം. പൗലോസ് പറയാൻ അതാണ് സുവിശേഷം, അത് പുതിയ ഉടമ്പടിയാണ്. പൗലോസിന്റെ വാക്കിൽ പറഞ്ഞാല്, ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ തന്നോട് നിരപ്പിച്ചു. ഈ നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. അകൃത്യം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. അത് വേറൊരു ഇടപെടലാണ്, ഒരു പുതിയ ഒരു വ്യവസ്ഥിതിയാണ്. ഈ ലോകത്തിന്റെ പൊതുവായിരിക്കുന്ന ഒരു പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു നീതീകരണ വ്യവസ്ഥിതി അല്ല. അതിന് പല നേട്ടങ്ങളും പല ഗുണങ്ങളും പല പ്രായോഗിക നന്മകളും ഈ വീണുപോയ ലോകത്തെ നിലനിർത്തുന്നതിന് ഉണ്ടെങ്കിലും അതിനെ ദൈവം മുമ്പിൽ ഒരാളെ നീതീകരിക്കാൻ കഴിയാതിരുന്നപ്പോൾ ദൈവം പുതിയൊരു ഉടമ്പടി സ്ഥാപിച്ചു. അത് ക്രിസ്തുവിലുള്ള ആ വീണ്ടെടുപ്പിന്റെ ഉടമ്പടിയാണ്. അതിനെ സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയും, ഒരു താരതമ്യം പോലെ പറയാം. ഇത് ക്രിസ്തുവിൽ മാത്രമേ സാധ്യമാവുള്ളൂ. ഈ പുതിയ ബന്ധം, ദൈവവുമായിട്ടുള്ള ഒരു പുതിയ ബന്ധം, ദൈവം മുമ്പിൽ നീതിമാനെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പുതിയ ബന്ധം, ആ ഉടമ്പടി ബന്ധം, അത് ക്രിസ്തുവിലൂടെ മാത്രമേ കഴിയുള്ളൂ. എന്നാലോ പഴയ ഉടമ്പടിയോ ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരെയും ബാധിക്കുന്ന ഉടമ്പടിയായിരുന്നു. മനസാക്ഷിയും ഒക്കെയുള്ള എല്ലാ സമൂഹത്തിലുമുള്ള ഒരു ഉടമ്പടിയുടെ ഭാഗമാണ്. പുതിയ ഉടമ്പടി പ്രത്യേക കൃപയുടെ ഒരു വ്യവസ്ഥിതിയാണ്. അതായത് സ്പെഷ്യൽ ഗ്രേസ് നമ്മൾ പറയില്ലേ. എന്നാൽ പഴയ ഉടമ്പടിയിൽ വ്യാപരിക്കുന്നത് ഗ്രേസ് തന്നെയാണ്, പക്ഷെ അത് കോമൺ ഗ്രേസ് ആണ്. എല്ലാവർക്കും ദൈവം കൊടുക്കുന്ന ആ പൊതുവായിരിക്കുന്ന കൃപാപരിപാടിയുടെ ഭാഗമായിട്ടാണ് അത്. എന്നാൽ ഇത് പ്രത്യേക കൃപയാണ്. അത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന കൃപ. ഇത് വിശ്വസിക്കുന്നവർക്ക് മാത്രമുള്ളതാണ്. എന്നാൽ പഴയ ഉടമ്പടിയുടെ വ്യാപാരത്തില് വിശ്വാസം ആവശ്യമില്ല. വിശ്വാസത്തിന്റെ ബേസിലല്ല അത് വർക്ക് ചെയ്യുന്നത്. വേറൊരു കാര്യം, ഈ പുതിയത് എത്ര ബലഹീനമെന്ന് തോന്നിയാലും, ഈ ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചവരുടെ ജീവിതം എത്ര ബലഹീനവും പരിതാപകരവും നോക്കിയാലും അത് ആത്യന്തികമായി പൂർണ്ണത പ്രാപിക്കുന്ന അനശ്വരമായൊരു സ്വർഗീയ ബന്ധമാണ്, പരിപാടിയാണ്. ആ ഇടപെടല് നിത്യതയോടെ എത്തിക്കുന്ന ഒരു ഇടപെടലാണ്. അതിന് തിരിച്ചുപോക്കില്ല. എന്നാൽ പഴയതോ എത്ര നല്ല വിശുദ്ധനാണ്, എത്ര നന്നായി ജീവിക്കുന്നതാണെന്ന് തോന്നിയാലും അത് ജീർണിക്കുന്നതും നശ്വരവുമായിരിക്കുന്ന കാര്യമാണ്. ഒന്ന് ആത്മീകമാണ്, മറ്റത് ലൗകികമാണ്.
അതിന്റെ ശക്തി എന്താണ്? പുതിയ ഉടമ്പടിയുടെ ശക്തി. പഴയതിന്റെ ശക്തി എന്താണ്? മനുഷ്യന്റെ മനസാക്ഷി, മനുഷ്യന്റെ നിർബന്ധങ്ങൾ, ഗവൺമെന്റൽ നീതീകരണങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് പഴയ ഈ പ്രവൃത്തിയുടെ ഉടമ്പടി കൊണ്ട് മനുഷ്യനെ നന്നാക്കിക്കൊണ്ട് പോകുന്നത്. ലോകം ഒരുവിധം നന്നായിക്കൊണ്ട് പോവുകയാണ്. ന്യായാധിപന്മാര്, നിയമ സംവിധാനങ്ങളൊക്കെ, ഗവൺമെന്റുകൾ, ഭരണ സംവിധാനം ഒക്കെ അതിന് ഉണ്ട്. എന്നാൽ പുതിയ ഉടമ്പടിയുടെ ശക്തി എന്താണ്? അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങളാൽ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവാണ് ഈ ശുശ്രൂഷയുടെ ശക്തി. പരിശുദ്ധാത്മാവിലുള്ള ഒരു പുതു ബന്ധമാണ്, പുതിയ പ്രവൃത്തിയാണ്, പുതിയ ഇടപെടലാണ്. അത് ശാശ്വതമായിരിക്കുന്ന ഒരു പുതു പരിപാടിയാണ്. അതാണ് പുതിയ ഉടമ്പടി. അതിനെയാണ് അത് പരിശുദ്ധാത്മാവിലായതുകൊണ്ട് നമ്മൾ പറയും അതൊരു ആത്മീയ ശുശ്രൂഷയാണ്. മറ്റതൊരു ലൗകിക ശുശ്രൂഷയാവുമ്പോൾ ഇതൊരു ആത്മീയ ശുശ്രൂഷയാണ്. ആത്മീയം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ആത്മാവിനെ സംബന്ധിക്കുന്നു എന്നുള്ളതല്ല, മനുഷ്യനെ സമഗ്രമായി ബാധിക്കുന്ന ദൈവാത്മാവിന്റെ ശുശ്രൂഷയാണ്. പുതിയ നിയമത്തിൽ ആത്മീയം എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കുകളെ പൊതുവെ എടുത്താൽ അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്നുള്ള ആശയത്തിലാണ്, അല്ലാതെ മനുഷ്യന്റെ ആത്മാവിന്റെ കാര്യം, ശരീരത്തിലെ കാര്യം എന്നല്ല. അതൊരു പരിശുദ്ധാത്മീയമായിരിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ദൈവത്തിന്റെ വീണ്ടെടുപ്പ് പരിപാടി. അടുത്തായിട്ട് ഞാനൊരു കാര്യം സൂചിപ്പിക്കുന്നത്, ഈ പുതിയ നിയമം സത്യത്തിൽ പഴയ നിയമത്തിലുണ്ടോ? ഉണ്ടെന്നാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത്. ഉണ്ടെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഇത് ക്രിസ്തു വന്നപ്പോൾ മാത്രം അതിന്റെ കാര്യനിർവഹണത്തിന്റെ ആധാരം ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് വേലയൊക്കെ നടത്തിയത് ആ സമയത്താണെങ്കിലും, ഈ സൂക്ഷിച്ചു നോക്കിയാൽ പഴയ നിയമത്തിലും ഈ ശുശ്രൂഷ ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. പൗലോസ് പറയാണ്, ഇങ്ങനെയുള്ള പ്രത്യാശ ഞങ്ങൾക്കുള്ളത് കൊണ്ട് വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. കൊരിന്ത്യർ 3:12 മുതൽ. നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾക്ക് നോക്കാതിരിക്കാൻ വേണ്ടി മുഖത്ത് മൂടുപടമിട്ട മോശയെ പോലെയല്ല, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടുപോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോയി. മോശയുടെ പുസ്തകം വായിക്കുമ്പോഴൊക്കെയും മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. ഒരുവൻ കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. അതായത് ദൈവത്തിന്റെ കർത്താവിന്റെ പരിപാടികളെല്ലാം ഈ ലോകപ്രകാരമുള്ള ഒരു പരിപാടിയല്ല, അതിനതീതമായിരിക്കുന്ന ഒരാത്മീയ പരിപാടിയാണ്. പരിശുദ്ധാത്മ ശക്തിയാൽ, പരിശുദ്ധാത്മ നിയന്ത്രണത്താൽ, പരിശുദ്ധാത്മ പരിജ്ഞാനത്താൽ സ്ഥാപിക്കപ്പെട്ട്, നിയന്ത്രിക്കപ്പെട്ട്, പൂർത്തീകരിക്കപ്പെടുന്ന ഒരു പുതിയ പരിപാടിയാണിത്. അത് ആത്മീയമായിരിക്കുന്ന ഒരു പരിപാടിയാണ്. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. നാം എല്ലാവരും മൂടുപടം നീങ്ങിയ മുഖത്തോടുകൂടെ കണ്ണാടിയിൽ എന്ന പോലെ കർത്താവിന്റെ തേജസ് പ്രതിബിംബിക്കുന്നവരായി ആത്മാവാകുന്ന കർത്താവിൽ നിന്ന പോലെ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അതായത് പൗലോസ് അപ്പോസ്തലൻ പറയാണ്, പഴയ നിയമം വായിക്കുമ്പോൾ സാധാരണ യഹൂദൻ, അന്നുള്ള യഹൂദന്മാരും അത് വായിക്കുമ്പോൾ ഒരു മൂടുപടം അവിടെ കിടപ്പുണ്ട്. ഏതാണ് ആ മൂടുപടം? അതിനകത്തുള്ള ദൈവപരിപാടി, പുതിയ ഉടമ്പടി അവർക്ക് കാണാനായിട്ട് കഴിയല. ദൈവത്തിന്റെ നീതീകരിക്കുന്ന പുതിയ വ്യവസ്ഥിതി അവർ കാണുകയില്ല. അവർ കാണുന്നത് എന്താ? പഴയ നിയമം വായിച്ചപ്പോൾ പൗലോസ് തന്നെ പഴയ നിയമം വായിച്ചപ്പോൾ എന്താ കണ്ടത്? പഴയ നിയമം വായിച്ചപ്പോൾ പൗലോസ് കണ്ട മശിഹ എങ്ങനെയുള്ള മശിഹയായിരുന്നു? പൗലോസിന്റെ മശിഹ മരിക്കാൻ പറ്റാത്ത മശിഹയാണ്, റോമക്കാരെ തോൽപ്പിക്കുന്ന മശിഹയാണ്, ഇസ്രായേലിനെ ഒരു ശലോമോന്റെ കാലത്തെന്ന പോലെ രാജ്യമാക്കി തീർക്കുന്ന ഒരു മശിഹയാണ് പൗലോസും കണ്ടത്. അതുകൊണ്ടല്ലേ ക്രിസ്ത്യാനികളല്ല ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ അവരെ കൊല്ലാനായിട്ട് പോയത്. എന്നാൽ പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിന്റെ മുമ്പിൽ പൗലോസ് നിന്നപ്പോൾ പൗലോസ് ആ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ പൗലോസ് പഴയ നിയമത്തെ ഒരിക്കൽ കൂടി വായിച്ചു കാണുന്നു, ഒരു പുനർവായന നടത്തി. അപ്പൊ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാന തേജസ്സിന്റെ മുമ്പിൽ നിന്നിട്ട് പഴയ നിയമം വായിച്ചു നോക്കുമ്പോൾ പൗലോസ് കണ്ടത് പുതിയ ഒരു ചിത്രമാണ്. ഇത് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ പൗലോസ് അത്ഭുതപ്പെട്ടു. പൗലോസ് പറയുന്നുണ്ട് ഒരു സമയത്ത്, പണ്ട് ക്രിസ്തുവിനെ ഞങ്ങൾ ജഡപ്രകാരം അറിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു എന്ന്. ഒരു ജഡിക ക്രിസ്തു, അതാണ് യഹൂദൻ ചിന്തിച്ചത്. അതാണ് അപ്പോസ്തലന്മാർ പോലും അങ്ങനെയാണ് ആദ്യം വിചാരിച്ചത്. എന്നാൽ ക്രിസ്തു ഈ ലോകപ്രകാരമുള്ള ഒരു വീണ്ടെടുപ്പിന്റെ ആളല്ല എന്നും, ക്രിസ്തുവിൻ്റെത് ഐഹികമല്ലാത്തൊരു ദൈവരാജ്യമാണെന്നും, അത് ആത്മീയമാണ്, സ്വർഗീയമാണ്, ഈ തലത്തിന് അതീതമാണ്, ശാശ്വതമായ ഒന്നാണ് എന്നുള്ള സത്യം അവർക്ക് മനസ്സിലായപ്പോഴാണ് അവരുടെ കണ്ണ് തുറന്നു. ലൂക്കോസ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവൻ അവരുടെ കണ്ണുകൾ തുറന്നു. ഈ കണ്ണല്ല, അവരുടെ ഹൃദയ കണ്ണ് തുറന്നു. പഴയ നിയമത്തിൽ പ്രവാചകന്മാരിലൊക്കെ ക്രിസ്തു തന്നെ പറ്റി എഴുതിയിരിക്കുന്നതെല്ലാം മനസ്സിലാകാൻ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. ദൈവപുത്രൻ മെശിഹ കഷ്ടം സഹിക്കണമെന്നും പുനരുത്ഥാനം ചെയ്യണമെന്നും തേജസ്കരിക്കണമെന്നുള്ള സത്യം പഴയ നിയമത്തിലുണ്ടായിരുന്നു. ഇതൊരു വലിയ കാഴ്ചയായിരുന്നു.
ഇന്നും യഹൂദന്, അന്നത്തെ യഹൂദൻ മാത്രമല്ല ഇന്നത്തെ യഹൂദനും പഴയ നിയമം വായിക്കുമ്പോൾ അവർ കാണുന്ന മശിഹ ഈ മശിഹയല്ല. ഒരർത്ഥത്തിൽ നമുക്കും ഈ പ്രശ്നമുണ്ടെന്ന് ഞാൻ ഓർക്കുകയാണ്. ഈ സുവിശേഷത്തിന്റെ വെളിച്ചം കിട്ടാത്ത ഒരാൾ ബൈബിൾ വായിച്ച എന്താ കാണുക? നല്ലൊരു ധാർമ്മിക പുസ്തകം, സത്യം പറയണം, നീതി പറയണം, താഴ്മയുള്ളവനായിരിക്കണം, ദരിദ്രരെ സഹായിക്കണം, യേശുവിനെ പോലെ നല്ലൊരാളുണ്ടോ? എന്തോ ഒരു നല്ല മനുഷ്യൻ. അങ്ങനെയല്ലേ ലോകത്തിൽ എല്ലാവരും പൊതുവെ സുബോധമുള്ളവരൊക്കെ പറയുന്നത്. ഇത്രയും നല്ലൊരു ധാർമ്മിക ഉപദേഷ്ടാവ്, ഒരു മാതൃകാ പുരുഷൻ ലോകത്തിലില്ല. പക്ഷെ അതുകൊണ്ട് എവിടം വരെ എത്തും? നീ ശാപയോഗനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പ്രവാചകനൊരുത്തനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹ എന്ന് പറയുമ്പോഴേ വെളിച്ചം വരുള്ളൂ. ആ വെളിപ്പാടിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ക്രിസ്തുവിനെ നമുക്കും മനസ്സിലായത്. ഞാൻ എന്റെ അനുഭവം തന്നെ ഓർക്കുകയാണ്. ബൈബിള് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പല ആവർത്തി അടിവരയിട്ട് ശ്രദ്ധയോടെ വായിച്ചപ്പോഴും ഈ ക്രിസ്തുവിനെ കണ്ടില്ല. ഒരു പറ്റം പ്രമാണങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നീതി ഉപദേശങ്ങളുടെയും ചരിത്രം മാത്രമേ കണ്ടുള്ളൂ. അത് അനുദിനം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഭീകരതയായിട്ടാണ് നിന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം നീതീകരിക്കുന്ന, എന്റെ പാപത്തിന് പ്രായശ്ചിത്ത മരണമാണെന്ന് മനസ്സിലാക്കി അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവാണ്, അടുത്തു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി അവനെ വിശ്വസിച്ചപ്പോൾ പിന്നെ ബൈബിൾ ഒരു വേറൊരു പുസ്തകമായിരുന്നു. മൂടുപടം മാറി. ഇന്ന് മൂടുപടം ഇട്ട ആളുകൾ യഹൂദ മാത്രമല്ല, ആളുകൾ പുതിയ നിയമം വായിക്കുന്നത് മൂടുപടം ഇട്ടാണ്. പഴയ നിയമം മാത്രമല്ല, പുതിയ നിയമം അങ്ങനെയാണ് വായിക്കുന്നത്. പുതിയ നിയമം പഴയതിലുണ്ടായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞു. ഗലാത്യ ലേഖനത്തില് പൗലോസ് ഇങ്ങനെ എഴുതി, ഗലാത്യ ലേഖനം അബ്രഹാമിനെ പറ്റി പറഞ്ഞത്, ഈ അബ്രഹാമിന് ഈ അനുഗ്രഹം, ഈ അബ്രഹാമിനോട് ദൈവം സുവിശേഷം അറിയിച്ചു എന്ന്. അതായത് മോശയുടെ പ്രമാണം, ഈ പഴയ ഉടമ്പടി ആദാമിന് കൊടുത്തായിരിക്കുന്ന പ്രവൃത്തിയുടെ ഉടമ്പടി, അതിന് പല തലങ്ങളും പലവട്ടം ആവർത്തിച്ച് പറയും. എല്ലാ ഗവൺമെന്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഉടമ്പടി വ്യവസ്ഥയാണ്. അത് മോശയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ എന്നുള്ള തിയോക്രാറ്റിക് രാജ്യം, അവരുടെ ആ രാജ്യം സ്ഥാപിച്ച സമയത്ത് അവരുടെ സിവിൽ കോഡായിട്ടും പീനൽ കോഡായിട്ടുമാണ് അത് വന്നത്. അത് ഇടയിൽ വന്നു ചേർന്നതാണ്. അബ്രഹാമിന് ശേഷം 430 വർഷം കഴിഞ്ഞ് വന്നതാണ്. താൽക്കാലികമാണ്. അതിനുള്ള പർപ്പസ് ഒക്കെ ഉണ്ടെന്നും പറഞ്ഞു. അതുള്ളതാണെന്ന് പറഞ്ഞിട്ട് പറയാണ്. അബ്രഹാമിനെ പക്ഷെ ദൈവം രക്ഷിച്ചത് എങ്ങനെയാ? ഇതൊക്കെ വരുന്നതിന്, ഈ പരിച്ഛേദന പോലും വരുന്നതിന് മുമ്പ് രക്ഷിച്ചത് എങ്ങനെയാ? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. നീതീകരണത്തിന്റെ വഴി വിശ്വാസമാണ്, ദൈവത്തിലുള്ള വിശ്വാസമാണ്. അതല്ലേ പുതിയ ഉടമ്പടി. ആ ഉടമ്പടി പ്രകാരമല്ലേ ആബേൽ രക്ഷിക്കപ്പെട്ടത്? ആ ഉടമ്പടി പ്രകാരമല്ലേ ഹാനോക്ക് രക്ഷിക്കപ്പെട്ടത്? വിശ്വാസം. എബ്രായ ലേഖനം 11-ാം അധ്യായം പറഞ്ഞ എന്താ? പഴയ നിയമശുദ്ധന്മാരുടെ നീണ്ട നിരയെടുത്തിട്ട് പറഞ്ഞാണ് ഇവരെല്ലാവരും രക്ഷിക്കപ്പെട്ടത്, നീതീകരിക്കപ്പെട്ടത്, ദൈവത്തിന്റെ ഒരു ബന്ധത്തിലേക്ക് വന്നത് വിശ്വാസത്താൽ, കൃപയാൽ. പുതിയ ഉടമ്പടി അതിന്റെ പ്രവൃത്തി വില കൊടുത്തതാരാ? അത് 2000 വർഷങ്ങൾക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. മുന്നമേ നോക്കിയാൽ ക്രിസ്തുവിന് മുമ്പുള്ളവർക്കും ക്രിസ്തുവിന് പിമ്പുള്ളവർക്കുമായ സകല തെരഞ്ഞെടുക്കപ്പെട്ടവർക്കും വേണ്ടി വില കൊടുത്തു. അത് പുതിയ ഉടമ്പടിയാണ്. അപ്പൊ പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ സത്യം നമുക്ക് അവിടെ കാണാം. പക്ഷേ സാധാരണ ഒരാൾക്ക് പുതിയ നിയമത്തിൽ നോക്കിയിട്ട് വരും കാണുന്നില്ല. പഴയ നിയമത്തിൽ നോക്കിയാലും മനസ്സിലാകാത്തത് ഈ വെളിച്ചം കിട്ടിയവർക്ക് അത് മനസ്സിലാവുള്ളൂ. മൂടുപടം നീങ്ങിയ മുഖം, ആ മൂടുപടം കർത്താവ് മാറ്റിക്കാൻ മനസ്സിലാകും. ദൈവത്തിന്റെ സമാന്തരമായ 2 പരിപാടികളാണ് സത്യത്തിൽ പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും. സമാന്തരമായ 2 പരിപാടികൾ. സത്യത്തിൽ ദൈവത്തിന്റെ 2 പരിപാടി ഇസ്രായേലും സഭയുമല്ല, അത് ഒരു പരിപാടിയാണ്. ദൈവത്തിന്റെ 2 പരിപാടി കോമൺ ഗ്രേസിലൂടെ, പൊതുവായ കൃപയിലൂടെ ദൈവം ഈ വീണുപോയ ലോകത്തെ ദൈവത്തിന്റെ വീണ്ടെടുപ്പ് പരിപാടിയുടെ പൂർത്തീകരണം വരെയും നിലനിർത്തുന്നതായിരിക്കുന്ന ഒരു പൊതു പരിപാടിയുണ്ട്. അത് കൃപയാണ്, പൊതുവായ കൃപ, കോമൺ ഗ്രേസ്. അതിന്റെ വിവിധ മാനങ്ങളുണ്ട്. ലോകത്തിൽ വിശ്വാസികളിലും അവിശ്വാസികളിലൂടെ ഒക്കെ ദൈവം നിവർത്തിക്കുന്നതായിരിക്കുന്നത്, അതുപോലെ പ്രകൃതിയിലൂടെയൊക്കെ ദൈവം നിവർത്തിക്കുന്നതായിരിക്കുന്ന ഈ ലോകത്തിന്റെ നിലനിർത്തുന്ന ദൈവത്തിന്റെ ഒരു പ്രോഗ്രാമാണ്. അതൊരു അപൂർണ പരിപാടിയാണ്. ബലഹീനതകളുള്ളതും സിസ്റ്റമിക് ആയിരിക്കുന്ന പരിമിതികളുള്ളതുമായിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് അതെന്ന് നമുക്ക് അറിയാം. അതൊരു പ്രോഗ്രാം. അതേസമയം ദൈവം തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി വേറൊരു സ്പെഷ്യൽ പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഒന്ന്, പൊതുവായ കൃപയുടെ അടിസ്ഥാനത്തിൽ ദൈവം സകല മനുഷ്യർക്കുമായി ചെയ്യുന്ന കോമൺ പ്രോഗ്രാം. അതാണ് പഴയ ഉടമ്പടി വ്യവസ്ഥ. അതിനെ നമ്മൾ പൊതുവെ ദൈവ പരിപാലന എന്നൊക്കെയാണ് വിളിക്കുക ഈ കൃപയെ, പ്രോവിഡൻസ് ഓഫ് ഗാഡ്.
അത് പഴയതെന്ന് പറഞ്ഞ് സമയപരമായി പഴയതായതുകൊണ്ടല്ല, തരത്തിൽ പഴയതും കാലഹരണപ്പെടുന്നതുമായ ഒന്നായതുകൊണ്ടാണ്. ടെമ്പറലി സീക്വൻഷ്യലി ഓൾഡ് അല്ല, അത് അതിന്റെ സെൻസിൽ ഒരു ഡീജനറേറ്റിങ്ങും വാനിഷിങ് ആയിരിക്കുന്ന കാര്യമാണ്. പഴയതാണ്, അത് കുറച്ച് കാലത്തേക്കും കൂടെ ഉള്ളൂ, കർത്താവ് വരുന്നിടം വരെ ഉള്ളൂ. അവിടെ വിശ്വാസി അവിശ്വാസി എന്ന ഭേദമന്യേ എല്ലാവരും ഈ ഉടമ്പടിയിൽ ഉള്ള ആളുകളാണ്. എന്നാൽ ആ ഉടമ്പടി ആരെയും ദൈവവും നീതീകരിക്കത്തില്ല. പക്ഷെ മനുഷ്യന് മുമ്പ് നീതീകരിക്കണമെങ്കിൽ ആ ഉടമ്പടിയുടെ വ്യവസ്ഥകൾ വെച്ചിട്ടൊക്കെയുള്ള നീതീകരണമൊക്കെ മനുഷ്യർക്ക് കിട്ടുകയുള്ളൂ. ഒരു കോടതി ഒരാളെ കുറ്റമില്ലാത്തവൻ എന്ന് പറഞ്ഞ് അക്വിറ്റ് ചെയ്യുന്നതും ഈ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ്. ഓരോ രാജ്യങ്ങൾക്കൊക്കെ അവരുടെ വെർഷൻസ് ഉണ്ട്, അപൂർണതകളുള്ള വെർഷൻസ് ആണെന്ന് മാത്രം. ദൈവം എന്ന രണ്ടാമത് ദൈവ യേശു ക്രിസ്തുവിൽ മാത്രം ലഭ്യമാക്കുന്ന പ്രത്യേക കൃപയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കായി ചെയ്യുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്. അതാണ് പുതിയത്, അതാണ് ദൈവരാജ്യം, അതാണ് ദൈവരാജ്യ വ്യവസ്ഥിതി. കർത്താവ് പറഞ്ഞു എന്റെ രാജ്യം എന്ന് കർത്താവ് പറഞ്ഞത്. അപ്പൊ ഈ രണ്ട് പ്രോഗ്രാം, ഈ ലോകം നിലനിൽക്കുന്നവർക്കാരെ ഇങ്ങനെ പോകുന്ന ഈ പ്രോഗ്രാം, ഇതേപ്പറ്റി വ്യക്തമായി പറഞ്ഞത് സെന്റ് അഗസ്റ്റിന്റെ ചരിത്ര വീക്ഷണമാണ്. അദ്ദേഹത്തിന് സിറ്റി ഓഫ് ഗോഡ് എന്ന പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന വീക്ഷണമാണ് അടിസ്ഥാനപരമായി ഇത്. എൻ്റെ എല്ലാ വിശദാംശങ്ങളും ഇങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. എന്നാലും പൊതുവെ ദൈവത്തിന്റെ ഒരു കൃപാ പരിപാടിയുണ്ട്, അതോടൊപ്പം ദൈവത്തിന്റെ ഒരു പൊതു കൃപാ പരിപാടിയും ഈ ലോക പരിപാടിയും ഉണ്ട്. സിറ്റി ഓഫ് ഗോഡ് ആൻഡ് സിറ്റി ഓഫ് മാൻ, ഇത് സമാന്തരമായിട്ട് പോകുന്ന കാര്യമാണ്. ഇത് രണ്ടും പൊതുവായ പരിപാടി തെറ്റല്ല, പക്ഷെ അത് താൽക്കാലികവും അത് ബലഹീനതകളുള്ളതും ദൈവം നീതീകരിക്കാൻ കഴിയാത്തതുമായ ഒരു പരിപാടിയാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇത് കാണാം. സത്യത്തിൽ പഴയ നിയമത്തിൽ നമ്മൾ നോക്കിയാൽ അതൊരു ചെറുതായി ആരംഭിച്ച് ക്രിസ്തുവിൽ അത് വികാസം പ്രാപിച്ച്, അതായത് പഴയ നിയമത്തിലെ ആദ്യ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിച്ചാൽ രക്ഷിക്കപ്പെട്ടവർ എത്ര പേരുണ്ട്? വളരെ ചുരുങ്ങിയ ആളുകളായിട്ട് ഇങ്ങ് വന്ന് അബ്രഹാമിന്റെ കാലം വരുമ്പോൾ അതൊരു കുടുംബ പരിപാടിയായിട്ട് വികസിച്ച് ഇസ്രായേലിൽ കുറേ കൂടെ വികാസം പ്രാപിച്ച് ക്രിസ്തുവിന്റെ സമയമായപ്പോൾ ആ പരിപാടി, ആ ദൈവരാജ്യ പരിപാടി സകല ജാതികളെയും ഉൾക്കൊള്ളുന്ന ഒരു ബൃഹത് പരിപാടിയായിട്ട് വന്ന് അവസാനം കർത്താവിന്റെ രണ്ടാം വരവോടുകൂടെ അത് മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റത് കുറഞ്ഞു വന്ന് ഇല്ലാതെയായിട്ട് തീരും. അതായത് ഈ പൊതുവായിരിക്കുന്ന വ്യവസ്ഥ കർത്താവിന്റെ രണ്ടാം വരവോടുകൂടെ ഇല്ലാതെയാകുമ്പോൾ പ്രത്യേകമായിരിക്കുന്ന പരിപാടി കർത്താവിന്റെ രണ്ടാം വരവോടുകൂടെ പൂർണ്ണമായി തീരും. അപ്പൊ സമാന്തരം എന്ന് പറഞ്ഞാൽ ഇത് ഒരുമിച്ചാണ് ഇത് മുന്നോട്ട് പോകുന്നത്. പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ പഴയ നിയമം വായിക്കുമ്പോൾ പുതിയ ഉടമ്പടി ഒരു നേർത്തരേഖയായി വളർന്നു വന്ന് ക്രിസ്തുവിനൊരു മഹാപരിപാടിയായിട്ട് വളരുന്നത് കാണാം. ഞാൻ ഇതിന്റെ അടിസ്ഥാനത്തിൽ 2-3 പ്രായോഗിക ആപ്ലിക്കേഷൻസ് കൂടെ ഞാൻ പറയാം. ഇങ്ങനെ നമ്മൾ ഈ ദൈവപരിപാടികളെ ചിന്തിച്ചാലുള്ള മേന്മകൾ, ഒന്ന്, ഇതൊരു ലളിതമായിരിക്കുന്ന ഒരു തിയോളജിക്കൽ ഫ്രെയിംവർക്കാണ്. ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ഡിസ്പെൻസേഷൻസ് ഒക്കെ, ക്ലാസിക്കൽ ഡിസ്പെൻസേഷൻസ് ഒക്കെ പറഞ്ഞാൽ അതുണ്ടാക്കുന്ന കൺഫ്യൂഷൻസ് വലിയ പ്രയാസമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും അല്ലായിരിക്കില്ല. അതുപോലെ കവനന്റലിസം നോക്കിയാലും അത് ബൈബിൾ ഇല്ലാത്തൊരു കവനന്റ് അവിടെ കൊണ്ടുവരണം. എന്നാൽ ഇതിന്റെയൊക്കെ ഒരു നല്ല വശങ്ങളൊക്കെ ഏതാണ്ട് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ലളിതമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട്, അത് വായിച്ചു നോക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പൊതുവെ അങ്ങ് കൺസിസ്റ്റന്റ് ആയിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണും. വേറൊരു വശം, വേറൊരു പ്രയോഗം ഞാൻ കണ്ടത്, എല്ലാ നല്ല കാര്യങ്ങളെയും ഉൾക്കൊള്ളാനായിട്ട് കഴിയും. ഈ ലോകത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പിശാചി ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇപ്പൊ കൈസർക്ക് നീതി കൊടുക്കണമെന്ന് അവർ വന്ന് ചോദിച്ചു. കർത്താവ് കൈസർക്ക് നീതി കൊടുക്കണ്ടല്ലേ? നീതി കൊടുക്കുന്നവർ കൊടുക്ക്, ചുങ്കം കൊടുക്കുന്നവർ ചുങ്കം. ഇതൊന്നും ഒരു പൈശാചിക പ്രവൃത്തി, അതൊക്കെ ദൈവത്തിന്റെ പൊതു പരിപാടിയുടെ ഭാഗമാണ്. അതൊക്കെ ഈ ലോകത്തിൽ നിലനിൽക്കുന്നപ്പോൾ നമുക്കും അത് ആവശ്യമാണ്, നമ്മളും അതിന്റെ ഭാഗമാണ്. ഒരളവിൽ അത് കൊടുക്കേണ്ടതാണ്. അതിന്റെ ഒരു സംഘർഷം, സത്യത്തിൽ ഈ ലോകത്തിൽ വിശ്വാസിയോട് ലോകം സംഘർഷം ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം വിശ്വാസികൾ സുവിശേഷം പറഞ്ഞു എന്നോർത്ത് ഈ ലോകത്തിന് ഒരു ദോഷവും നമ്മൾ ചെയ്തില്ല, നന്മയല്ലാതെ. എന്നാൽ അവർ സമ്മതിക്കുകയില്ല എന്നുള്ളത് നമുക്കറിയാം. കർത്താവ് എന്ത് നന്മ ദോഷം ചെയ്തിട്ടാണ് കർത്താവ് ക്രൂശിച്ചത്? ആലോചിച്ച് നോക്കിയാൽ നമ്മളിവിടെ ജീവിക്കുകയും സുവിശേഷം ഈ പ്രത്യേക പരിപാടി പ്രസംഗിക്കുന്ന വഴി ഒരു സംഘർഷത്തിന്റെ ആവശ്യം ഇല്ലാത്തതാണ്. പക്ഷെ പിശാചിനെ സമ്മതിക്കാതെന്നുള്ള കാര്യം. മൂന്നാമതൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ബൈബിളിൽ കാണുന്ന നീതിക്ക് നിരക്കാത്തതും ഇന്നത്തെ കാഴ്ചപ്പാടുകൾക്ക് അപ്രിയമായിരിക്കുന്ന അനീതിയായിട്ട് തോന്നുന്ന കാര്യങ്ങളെ നമ്മൾ അതിനെ വെള്ളപൂശാൻ നിൽക്കേണ്ട ആവശ്യം ഇല്ല.
ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പറയുന്നതായിരിക്കുന്ന പല അപ്പാരന്റ് ഇൻജസ്റ്റിസസ്, പ്രത്യേകിച്ച് യുദ്ധനീതികള്, അടിമകളോട് ഇടപെടുന്ന കാര്യങ്ങള്. ഇനി ഒരു ഉദാഹരണം പറയും, ഒരു കുഷ്ഠരോഗിയാണെങ്കിൽ പോലും അവനോട് പറഞ്ഞത് പഴയ നിയമത്തിൽ വായിച്ചു നോക്കിയാൽ നമുക്ക് സങ്കടം തോന്നും. കാരണം ഇന്ന് അത് പറ്റൂല. ഇന്ന് അങ്ങനെയല്ലോ അവരോട് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അന്ന് ഡീൽ ചെയ്തതോ ഒരു ഭയാനകമായ ഒരു ഐസൊലേഷനാണ് അവിടെ ചെയ്തത്. അപ്പൊ അതൊക്കെ ദൈവമാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ അതെങ്ങനെ ഉൾക്കൊള്ളുന്നു ചോദിച്ചാൽ അത് ദൈവത്തിന്റെ പൊതുപരിപാടിയുടെ ഭാഗമാണ്. ആ പരിപാടിയിൽ അതിനൊരു കാലാനുസൃതമായിരിക്കുന്ന പുരോഗതിയുണ്ട്. അതായത് അന്നത്തെ കാലത്ത് ഗവൺമെന്റൽ സിസ്റ്റം ദൈവം സ്ഥാപിച്ച് നടപ്പിലാക്കിയത് അതിന് അന്നത്തെ വ്യവസ്ഥയിൽ ബലഹീനമായ ആ മനുഷ്യൻ നിർത്തിയ ഒരു വ്യവസ്ഥിതിയാണ്. ജോഷുവയുടെ യുദ്ധങ്ങളിൽ ചെയ്തതായിരിക്കുന്ന തെറ്റ് അത് നമ്മുടെ നോട്ടത്തിൽ ആധുനികമായി നോക്കിയാൽ അയോഗ്യമായി കാണുന്നതും അനീതിയായി കാണുന്ന കാര്യം നമ്മൾ അതിനെ നീതിയാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കേണ്ട. അത് വളരെ കാലഹരണപ്പെട്ടതും പ്രാകൃതവുമായിരിക്കുന്ന പൊതുനീതിയാണ്, പൊതുവ്യാപാരമാണ്. അതാണ് അവിടെ നമ്മൾ കാണുന്നത്. കർത്താവ് പറഞ്ഞില്ലേ, അനീതിയുള്ള മാമോൻ എന്ന് പറഞ്ഞു. പല ഇടപാടുകളിലും അനീതി അത് മാറ്റാനായിട്ട് കഴിയല. ഒരു ഒരു ഉദാഹരണത്തിന് ഇപ്പൊ രോഗിയുടെ ചികിത്സ, രോഗത്തിനുള്ള ചികിത്സ മെഡിക്കൽ ശാസ്ത്രം പുരോഗതി മെച്ചപ്പെട്ടു വരുമ്പോൾ പുറകോട്ട് നോക്കുമ്പോൾ ഇതെന്ത് അനീതിയാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ മെഡിക്കൽ ശാസ്ത്രം എന്നും അത് പൊതുവായ കൃപയാണ്. ആ പൊതുവായ കൃപ അന്ന് അപരിഷ്കൃതമായിരുന്നു, ഇന്ന് പരിഷ്കൃതമായി. ആ ഒരു വ്യത്യാസം നമുക്ക് കാണാം. അതുകൊണ്ട് അന്ന് ചെയ്ത തെറ്റുകൾ ഇന്ന് നമ്മൾ ശരിയാണെന്ന് പറഞ്ഞാൽ അത് തെറ്റായിരുന്നു, അത് പ്രാകൃതവും അന്നത്തെ കാലത്ത് ശരിയായ കാര്യം ആയിരുന്നു. അത് ഇന്ന് അങ്ങനെ വികസിച്ചിട്ടില്ല. ഭരണവ്യവസ്ഥകൾ അന്നത്തെ കാലത്ത് നല്ലതാണെന്ന് തോന്നി ഇന്ന് നമുക്ക് നോക്കുമ്പോൾ ക്രൂരവും പ്രാകൃതമായിട്ട് തോന്നുന്നത് അത് പൊതുവായ കൃപയുടെ ഒരു വികാസത്തിന്റെ കാലമാണ്. ഇനി എത്ര വികസിച്ചാലും ഇത് നന്നാകുകയില്ല എന്നുള്ളതും അത് അവസാനം നശിച്ചു എന്നുള്ളതും വേറൊരു യാഥാർത്ഥ്യമാണ്. സത്യത്തിൽ പഴയ നിയമത്തിലെ ദൈവം ക്രൂരനായതല്ല, പഴയ നിയമത്തിന്റെ സിസ്റ്റമിക് ഇനബിലിറ്റി ആണ് ആ കാര്യം. കാരണം അത് പൊതുവായിരിക്കും. പഴയ നിയമത്തിലെ പൊതുവായ കൃപയുടെ സിസ്റ്റമിക് ഇനബിലിറ്റിയാണ് നമ്മൾ അവിടെ കാണുന്നത്. അത് നമുക്ക് സമ്മതിക്കാനായിട്ട് കഴിയും. നാലാമതൊരു കാര്യം, വിശ്വാസികൾക്ക് ഒരു ഡബിൾ സിറ്റിസൺഷിപ്പ് ആണ് ഉള്ളത്. ഒരു ഇരട്ട പൗരത്വം നമുക്കുണ്ട്. നമ്മൾ ഒരർത്ഥത്തിൽ ഈ ലോകത്തിലാണ്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം, അതേസമയം നമ്മൾ ഈ ലോകക്കാർ അല്ല. അപ്പൊ അവിടെ എങ്ങനെ ജീവിക്കണമെന്ന് ചോദിച്ചാൽ കർത്താവ് പറഞ്ഞു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. നമ്മുടെ മുൻഗണനകൾ നമുക്ക് ശരിയാക്കാം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഒന്നാം സ്ഥാനം കൊടുക്കണം, ഒന്നാം സ്ഥാനം. മറ്റൊന്നും ചെയ്യേണ്ടെന്നൊന്നുമല്ല, അതിന്റെ മുൻഗണന ക്രമത്തിൽ നമ്മൾ ചെയ്യണം. ഒരു സംഘർഷം വന്നാൽ എവിടെ നിൽക്കണമെന്നുള്ളതും നമുക്കറിയാം. കർത്താവിന്റെ രാജ്യത്തിന്റെ പക്ഷത്ത് നിൽക്കാം, മറ്റത് കൈവിട്ട് കളയാനായിട്ട് കഴിയണം. അതായിരുന്നു അപ്പോസ്തലന്മാർ നമുക്ക് കാണിച്ചു തന്നത്. പുറമെയുള്ളത് ക്ഷയിക്കും, അകമയുള്ളത് അനുദിനം വളരും. ഇത് നമുക്ക് തരുന്ന പ്രത്യാശയും വളരെ വലുതാണ്. ഒരളവിൽ നാം ഈ ലോകത്തിലെ ഈ കൃപാപരി, ഇപ്പൊ ജോലി, വീട്, കുടുംബ വ്യവസ്ഥിതി, മക്കളെ ജനിപ്പിച്ച് വളർത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കഷ്ടതകളും അസ്വസ്ഥതകളും മറ്റു ലോകക്കാരെ പോലെ തന്നെ നമുക്ക് മാത്രമല്ല അനുഭവിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതേ സമയം തന്നെ വി ഡോണ്ട് ബിലോങ് ഹിയർ, ഞാൻ ഇവിടുത്തെ ആളല്ല, നമ്മുടെ പൗരത്വം സ്വർഗീയമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് തരുന്ന പ്രത്യാശ എത്ര വലുതാണ്. വരുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടതകൾ സാരമില്ല എന്ന് നമുക്ക് എണ്ണാനായിട്ട് കഴിയും. അപ്പൊ അതാണ് ക്രിസ്തുവിൻ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു വാക്യം കൂടെ ഞാൻ അവസാനിപ്പിക്കാം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. രണ്ട് സൃഷ്ടികളെ ഒന്ന് ആലോചിച്ച് നോക്കി. ബൈബിളിൽ രണ്ട് സൃഷ്ടികളുണ്ട്. ഒന്ന് പഴയ സൃഷ്ടി, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ദൈവം 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ച പഴയ സൃഷ്ടി. അതിന്റെ അന്ത്യം എന്താ? പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, മൂലപദാർത്ഥങ്ങൾക്ക് അക്ഷരിയും എല്ലാം ഇല്ലാതെയാവുമെന്ന് പറഞ്ഞു. അങ്ങോട്ടാ നീങ്ങുന്നത്. അതിനോട് ചേർന്ന് നിൽക്കുന്ന പഴയ സൃഷ്ടി, അത് ഇല്ലാതെയായി പോകുന്ന, നീങ്ങിപ്പോകുന്ന പഴയ സൃഷ്ടി, ഇളകിപ്പോകുന്ന ഒരു സൃഷ്ടി. പുതിയ സൃഷ്ടി ഏതാ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് മുഖാന്തരം ദൈവം സ്ഥാപിച്ച പുതിയ സൃഷ്ടി. അവിടെ താമസിക്കുന്ന ആളുകളാണ് നമ്മള്. അപ്പൊ നമുക്ക് താമസിക്കാൻ സ്ഥലം വേണ്ടേ? അതാ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ, ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. പുതിയ സൃഷ്ടി ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് മാറ്റി. ഇത് ഉൽപ്പത്തിയുടെ ആദ്യ അധ്യായങ്ങൾ മുതൽ ആ വീഴ്ചയുടെ വീണ്ടെടുപ്പിന്റെ നാൾ മുതൽ തുടങ്ങി അത് ക്രിസ്തുവിൽ അതിന്റെ പ്രവൃത്തികൾ നിർവഹിച്ച് അത് കർത്താവിന്റെ വീണ്ടും വരവെങ്കിൽ സമ്പൂർണ്ണത പ്രാപിക്കുന്ന ഒരു ദൈവത്തിന്റെ മഹാപരിപാടിയാണ്. അത് പഴയ നിയമത്തിലുടനീളം മൂടുപട നീങ്ങാത്ത മുഖത്ത് കണ്ണോട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അതാണ് എബ്രായ ലേഖനക്കാരൻ നമ്മളെ പഠിപ്പിച്ചത്.
അതാണ് കർത്താവ് പഠിപ്പിക്കാൻ ശ്രമിച്ചത്. അതാണ് അപ്പോസ്തലന്മാര് എഴുതിയത്. അപ്പൊ ഈ പ്രായോഗികമായി ലളിതമായിരിക്കുന്നതും അതേസമയം എല്ലാം ഉൾക്കൊള്ളുന്ന സമഗ്രമായിരിക്കുന്ന ഈ കാഴ്ചപ്പാടിൽ, ഈ തിയോളജിക്കൽ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് നമുക്ക് പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും കാണുമ്പോൾ നമുക്ക് ആ സമഗ്രത കാണാം. അതിൻ്റെ ആ പൊരുത്തവും അതിലുള്ള രണ്ട് പ്രോഗ്രാംസിന്റെ ഒരുമിച്ചുള്ള പുരോഗതിയും നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവവചനം വായിക്കുന്നതിന് ഞാൻ ഈ പറഞ്ഞ ചിന്തയും ഒരു മനസ്സിലാക്കുന്നതിനൊരു സഹായമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ നിർത്തട്ടെ. പ്രിയ സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു.